യം ശൈവാः സമുപാസത്തെ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരി സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരി മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി 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 ഓം തത്സ്. ജയ ഗുരു. നമുക്കൊരു 3 തവണ അതുപോലെ ഓങ്കാരം ജപിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് ഈ ഓങ്കാരധ്വനിയെയും നയിച്ചുകൊണ്ട് ലോകത്തിൽ മുഴുവൻ വ്യാപിക്കുന്ന പ്രസരണം പരത്തട്ടെ. എല്ലാവർക്കും സന്തോഷവും സൗഭാഗ്യവും ഉണ്ടാവാനായി. ഹരി ഹരി. ഓ നമുക്കിപ്പോൾ അതുപോലെ ഈ മുഖ്യ ശ്ലോകം ചൊല്ലാം. ഇതവിടെ എഴുതിയിട്ടുണ്ടല്ലോ. തദാ മുക്തിർയദാ ചിത്തം തദാ മുക്തിർയദാ ചിത്തം ന വാഞ്ചതി ന ശോചതി ന വാഞ്ചതി ന ശോചതി ന മുഞ്ചതി ന ഗൃഹ്ണാതി ന മുഞ്ചതി ന ഗൃഹ്ണാതി ന ഹൃഷ്യതി ന കുപ്യതി ന ഹൃഷ്യതി ന കുപ്യതി. നോക്കൂ. തദാ മുക്തിർയദാ ചിത്തം തദാ മുക്തിർയദാ ചിത്തം ന വാഞ്ചതി ന ശോചതി ന വാഞ്ചതി ന ശോചതി ന മുഞ്ചതി ന ഗൃഹ്ണാതി ന മുഞ്ചതി ന ഗൃഹ്ണാതി ന ഹൃഷ്യതി ന കുപ്യതി ന ഹൃഷ്യതി ന കുപ്യതി. ഈ അഷ്ടാവക്ര സംഹിതയിൽ ആദ്യമേ മുതൽക്ക് നമ്മെ പറഞ്ഞു ധരിപ്പിക്കുന്ന ഒരേ ഒരു കാര്യമുണ്ട്. നിങ്ങളത് വേണ്ടതുപോലെ ഒന്ന് മുറുക്കി പിടിക്കണം. അതെന്താ? ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ആ സാധനമാണ്. അതിനെ ഒരു വസ്തു എന്ന് പറയാൻ പറ്റില്ല. വസ്തു സംബന്ധമായ എന്തെല്ലാം പേരുകളും വിശേഷണങ്ങളും ഉണ്ടോ അതൊന്നും ഈ കോൺഷ്യസ്നെസ് സംബന്ധിച്ച് നമുക്ക് പ്രയോഗിക്കാവുന്നതല്ല. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്താ അതിനെ പറയുക? ഒന്നുകിൽ ശുദ്ധബോധം, അല്ലെങ്കിൽ ശുദ്ധ ചൈതന്യം, ചിത്ത്. ആ ചിത്ത് വണ്ണം വയ്ക്കുമ്പോഴാണ് ചിത്തമാകുന്നത്. ചിത്ത് എന്നിങ്ങനെ പറയാൻ പാടില്ല. ചിത്ത് എന്നേ പറയാൻ പാടുള്ളൂ. ഒന്ന് പറയൂ. എന്താ നിങ്ങൾക്ക് ഇത്ര പിശുക്കാവോ? ഈ ബോധം എന്നുള്ളതിനെ എങ്ങനെ വിവരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും എത്ര പറഞ്ഞാലും മനസ്സിൽ നിൽക്കണ്ടേ? എല്ലാവരും മടിയന്മാരാ.
എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുന്നതോ പഠിക്കുന്നതോ അത് ഗ്രഹിക്കാനും മനസ്സിൽ നിർത്താനുമാണ്. നിങ്ങളൊരു ലേഖനം വായിച്ചു അല്ലെങ്കിൽ ഒരു ന്യൂസ് വായിച്ചു എന്നിരിക്കട്ടെ, അതിലേതെങ്കിലും ഒരു പുതിയ വാക്കുണ്ടെങ്കിൽ ആ വാക്ക് പുതിയതായി നിങ്ങൾ ഗ്രഹിച്ച് നിങ്ങളുടേതാക്കി തീർക്കണം. അപ്പം നിങ്ങളുടെ സ്റ്റോക്കിൽ അത് പെടും. അങ്ങനെ ആയാലല്ലേ മനുഷ്യന് വളർച്ചയുണ്ടാവുള്ളൂ. എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഗ്രഹിക്കാറില്ല. ഗ്രഹിച്ചാൽ തന്നെ അത് അപ്പോഴേക്ക് മാത്രമേ ഉള്ളൂ. ബോധം എന്ന് പറഞ്ഞാൽ ബോധിപ്പിക്കുന്നത് എന്നർത്ഥമാണ്. ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അറിയിക്കുക, ഉണർത്തുക, മനസ്സിലാക്കി തരിക എന്നൊക്കെയാണ് അർത്ഥം. നിങ്ങൾ എവിടെ ചെന്ന് കണ്ണടച്ചിരുന്നാലും കൂരിരുട്ടിൽ അവനവൻ്റെ ദേഹം വരെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങൾ ചെന്ന് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്താലും അപ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ള ബോധമാണ് ഞാൻ എന്ന്. അങ്ങനെ ഞാൻ എന്ന് പറയുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും ബാക്കി പല കാര്യങ്ങളും. ഞാൻ കൂരിയിരുട്ടത്ത് ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ വന്നു? അതിൽ കൂരിയിരുട്ട് വന്നു, ഇപ്പോൾ എന്ന് പറയുന്ന ആ സമയസൂചകം വന്നു, ഇവിടെ എന്ന് പറയുന്ന ആ സ്ഥലസൂചകം വന്നു, ഇരിക്കുകയാണ്, ജീവിക്കുകയാണ് എന്ന് പറയുന്ന വാക്കും വന്നു. അപ്പം ഞാൻ കൂരിരുട്ടത്ത് എൻ്റെ ശരീരം പോലും കാണാൻ പറ്റാതെ ഇവിടെ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇരിക്കുകയാണ്. ഇത്രയും നിങ്ങളുടെ മനസ്സിൽ ബോധരൂപത്തിൽ ഉദിച്ചത് എന്തുകൊണ്ടാണ്? ഇത് ഇരുട്ട് കൊണ്ടാണോ, സ്ഥലം കൊണ്ടാണോ, കാലുകൊണ്ടാണോ, ചുറ്റുപാടുകൾ കൊണ്ടാണോ? അല്ല, അവനവൻ്റെ ഉള്ളിൽ തന്നെ ഉദിക്കുന്ന ഒരു ധാരണയാണത്. അങ്ങനെ നമ്മളെ ഉണർത്തിത്തരുന്നതും ഉദ്ബോധിപ്പിക്കുന്നതും രണ്ട് ഉദ്ബോധനമാണ്. തന്നെക്കുറിച്ചും താനല്ലാത്ത മറ്റുള്ളവയെക്കുറിച്ചും. കോൺഷ്യസ്നെസ് എന്നുള്ള വാക്കിന് അർത്ഥം അവനവനെക്കുറിച്ചും അതുപോലെ ചുറ്റുമുള്ള പദാർത്ഥങ്ങളെയും കുറിച്ച് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് എന്തോ അതാണ് കോൺഷ്യസ്നെസ്, ശുദ്ധബോധം, ശുദ്ധ ചൈതന്യം. ഈ ചൈതന്യത്തെക്കുറിച്ച് മാത്രമാണ് അഷ്ടാവക്ര സംഹിത പ്രതിപാദിക്കുന്നത്. എന്തു വേണമെങ്കിലും അത് പറഞ്ഞോട്ടെ. ഈ ശുദ്ധ ചൈതന്യത്തെക്കുറിച്ച് നമുക്ക് വേറെ ഒരു വിധത്തിലും പരിശോധിക്കാനോ കണ്ടെത്താനോ സാധിക്കില്ല. ഇന്നിപ്പോൾ യൂറോപ്പിലെ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി മുഴുവൻ എവിടെ നിന്നുണ്ടായി എന്ന് പറഞ്ഞ് പ്രപഞ്ച വസ്തുക്കളെ പരിശോധിച്ചു കൊണ്ടിരിക്കുക. എന്താ ഈ പരിശോധന? ആ വസ്തു എവിടെ നിന്നുണ്ടായി? ഒരു മോളിക്യൂളാണെങ്കിൽ അത് എവിടെ നിന്നുണ്ടായി? അതിൻ്റെ ഉള്ളിലുള്ള ആറ്റം എവിടെ നിന്നാണ് വന്നത്? ഇലക്ട്രോൺസ് എവിടുന്ന്? പ്രോട്ടോൺ എവിടുന്ന? ന്യൂട്രോൺ എവിടുന്ന? ഇങ്ങനെ കണ്ടുപിടിച്ച് പോകാനുള്ള ഒരു പോക്കാണ് അവിടെ നടക്കുന്നത്. അത് ബാഹ്യമായ ഉപകരണങ്ങൾ, അതിസൂക്ഷ്മമായ ഉപകരണങ്ങൾ വഴി നോക്കുന്നത് അവനവൻ്റെ കണ്ണാണ്. ആ കണ്ണിൻ്റെ മുൻപിൽ ഒരു മൈക്രോസ്കോപ്പോ ടെലിസ്കോപ്പോ ഒക്കെ ഉണ്ടാകാം എന്നുള്ളത് ശരി. പക്ഷേ ആ ടെലിസ്കോപ്പിനെ കൈകാര്യം ചെയ്യുന്നത് തൻ്റെ കൈയും നോക്കിക്കാണുന്നത് തൻ്റെ കണ്ണുമാണ്. ഏത് കണ്ണുകൊണ്ടാണോ ഭൂമാനന്ദസ്വാമി നിങ്ങളെയൊക്കെ നോക്കണത് അതേ കണ്ണന്നെ. അവസാനം നിശ്ചയിക്കുന്നത് നമ്മുടെ കണ്ണാണ്. കണ്ണിനെ നിശ്ചയിക്കുന്നതോ ഉൾമനസ്സ്, മനസ്സിനെ നിശ്ചയിക്കുന്നതോ ഉൾബോധം, ശുദ്ധബോധം. ആ ശുദ്ധബോധത്തിൻ്റെ മഹിമ കൊണ്ടാണ് നിങ്ങൾ ജാഗ്രത അവസ്ഥ കഴിഞ്ഞ് രാത്രി 7-8 മണിക്കൂർ കിടന്ന് ഉറങ്ങി എണീറ്റ ശേഷം അയ്യോ ഞാൻ ഉറങ്ങിയത് അറിഞ്ഞില്ല കേട്ടോ, 8 മണിക്കൂറായി 7 മണിക്കൂറായി എന്ന് നിങ്ങളിങ്ങനെ പറയുന്നുണ്ടല്ലോ. അതും ഈ ശുദ്ധബോധം എന്ന് പറഞ്ഞ ഉള്ളുണർവിൻ്റെ പേരിലാണ്. അതാണ് ചെയ്യുന്നത്. അതിനെ വിശദീകരിക്കുന്നതാണ് ഇവിടെ ഈ പ്രതിപാദനങ്ങൾ മുഴുവനും. ദി എൻറ്റയർ അഷ്ടാവക്ര സംഹിത ഈസ് സ്ട്രൈവിംഗ് ടു മേക്ക് or provide for you a clear notion, awareness and comprehension of what we generally call consciousness. Consciousness cannot be defined at all. Nevertheless, we can say it is that kind of a presence or a prevalence by virtue of which one is made aware of himself as well as the other things around. അങ്ങനെ ഒന്ന് നമ്മളിൽ എപ്പോഴുമുണ്ട്, അതില്ലാത്ത സമയമില്ല. എനിക്കൊരു ബ്ലാക്ക് ഔട്ട് ഉണ്ടായി എന്നൊരാൾ പറയുമ്പോൾ ആ ബ്ലാക്ക് ഔട്ട് ഉണ്ടായതിനെ ഉദ്ബോധിപ്പിക്കുന്നതും ഈ ശുദ്ധബോധമാണ്.
ഈ ശുദ്ധബോധം വസ്തുവല്ലാത്തതുകൊണ്ട്, ദ്രവ്യമല്ലാത്തതുകൊണ്ട്, ഊർജമല്ലാത്തതുകൊണ്ട്, ദ്രവ്യവുമല്ല ഊർജവുമല്ല വസ്തുവുമല്ലാതെ അങ്ങനെയാണെങ്കിലും അത് പ്രിവെയിൽ ചെയ്യണു, അത് നിലനിൽക്കുന്നു. അതിന് നിലനിൽക്കാൻ ഒരു സ്ഥലം വേണ്ട, ഒരു സ്ഥലം വേണ്ട. ആകാശത്തിലാണ് മറ്റ് 4 ഭൂതങ്ങളും നിലനിൽക്കുന്നത്. ആകാശം നിലനിൽക്കുന്നതോ എവിടെയാ? അതിന് വേറെ ഒരു സ്ഥാനവും പറ്റില്ല, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആകാശത്തിന് മുമ്പിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ മറുപടി നിങ്ങളുടെ ഉള്ളുണർവാണ്. അതിന് നിൽക്കാൻ ഒരു സ്ഥലവും ആവശ്യമില്ല. അതെങ്ങനെ മനസ്സിലാവുന്നു? എല്ലാം വിസ്മരിച്ച് നിങ്ങൾ കിടന്നുറങ്ങുന്നു. ആ ഉറങ്ങുന്ന സമയത്തിൽ വഴുതി പോയിട്ടാണ് സ്വപ്നമുണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും പ്രപഞ്ചത്തിനെ ഒട്ടാകെയും പറയുന്ന വേണ്ട, എല്ലാറ്റിനെയും തീരുമാനം തുടച്ചു മാറ്റി നിങ്ങൾ ഉറങ്ങുമ്പോൾ എവിടെയാണ് കിടന്നുറങ്ങണത്? ആ ചോദ്യമില്ല. ശരീരം ഒരു മുറിയിലോ കോസരിയിലോ ആവാം, പക്ഷേ ഉള്ളുണർവ് ഒരു സ്ഥലത്തുമല്ല, അതിന് സ്ഥലം വേണ്ട. അവിടുന്നാണ് ഈ സ്വപ്നപ്രപഞ്ചം സ്വാപ്നപ്രപഞ്ചം ഉണ്ടാവുന്നത്. ആ പ്രപഞ്ചത്തിന് ആകാശം വേണം. അപ്പോൾ ആകാശത്തിന് മുൻപുണ്ടായിരുന്നതും ഉള്ളതുമാണ് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ഉള്ളുണർവ്. ആ ഉണർവിനെ ചൊല്ലി ഉണ്ടാകുന്നതാണ് പാഞ്ചഭൗതികമായിരിക്കുന്ന സ്വപ്നപ്രപഞ്ചം. അപ്പോൾ നമുക്കൊരു പ്രീ സ്പേസ് എൻറ്റിറ്റി എന്നൊരു സാധനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണു. അതിനെ പിന്തുടർന്നുകൊണ്ടാണ് പാഞ്ചഭൗതികമായ സ്വപ്നപ്രപഞ്ചം ഉണ്ടായത്. അപ്പോൾ ആ പ്രപഞ്ച വസ്തുക്കൾക്കെല്ലാം മുൻപുള്ളതും ഉണ്ടായിരുന്നതും അതിൽ നിന്ന് ഉണ്ടായ സ്വപ്നപ്രപഞ്ചവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഉള്ളുണർവിൻ്റെ മഹത്വം, അതിൻ്റെ സ്വാതന്ത്ര്യം, അതിൻ്റെ നിരപേക്ഷത, വേറെ ഒന്നിനെയും അപേക്ഷിക്കാതെ നിലനിൽക്കുന്നതാണത് എന്ന് മനസ്സിലാകുന്നത്. ഈ ജാഗ്രതും സുഷുപ്തിയും മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളുണർവിനെപ്പറ്റി സ്വതന്ത്രമായി പൂർണ്ണമായി ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. ജാഗ്രത്തിനെ പോലെ തന്നെ അത്യാവശ്യമാണ് ഉറക്കം. ഇത് രണ്ടും പോലെ തന്നെ അത്യാവശ്യം അനിവാര്യമാണ് നമ്മുടെ സ്വപ്ന എന്ന് പറയുന്ന അനുഭവം. ഇത് മൂന്നും കൂടിയിട്ടാണ് നമുക്ക് പ്രപഞ്ചത്തിൻ്റെയും നമ്മളുടെയും രഹസ്യം വെളിപ്പെടുത്തി തരുന്നത്. പറഞ്ഞിപ്പോൾ എവിടെ എത്തി? അഹോ ചിന്മാത്രമേവാഹം ഇന്ദ്രജാലോപമം ജഗത് ഇതി മമ കഥം കുത്ര ഹേയോപാദേയ കൽപ്പന. അതോ മമ കഥം കുത്ര എന്നാണ് ഇതിൽ കാണുന്നത്. അതോ മമ കഥം കുത്ര. അഹോ 7:5 7-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകം. അഹോ ചിന്മാത്രമേവാഹം ഇന്ദ്രജാലോപമം ജഗത് അതോ മമ കഥം കുത്ര ഹേയോപാദേയ കൽപ്പന. ഞാനിതിനെ കുറച്ചൊന്ന് അർത്ഥം പറഞ്ഞു, ഒരിക്കൽ കൂടി പറഞ്ഞ് മനസ്സിലാക്കാം. ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഈ വിശ്വം മുഴുവൻ ഒരു കൽപ്പന മാത്രമാണ് എന്നിൽ. നമ്മുടെ മനസ്സാണ് എല്ലാ വിധത്തിലുള്ള അനുഭവങ്ങൾക്കും അറിവിനും ഉണർവിനുമെല്ലാം നിദാനം. ശരീരത്തിൻ്റെ ഉള്ളിലാണ് അനുഭവങ്ങൾ മുഴുവനും, ശരീരത്തിലല്ല. ആ അനുഭവങ്ങൾ അത്രയും ആശ്രയിച്ചിരിക്കുന്നത് അതിൻ്റെ നിദാനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സ്. ആ മനസ്സ് വസ്തുവല്ല, ദ്രവ്യമല്ല, ഊർജമല്ല, അത് ഉണർവാണ്. ആ ഉണർവാണ് എല്ലാ അനുഭവങ്ങൾക്കും അറിവിനും ഒരേ ഒരു ഉറവിടം. അതിലുണ്ടാവുന്നത് മുഴുവനും മാനസമേ ആവുള്ളൂ. അത് ദ്രവ്യാത്മകമോ ഊർജാത്മകമോ ആവില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഞാൻ എൻ്റെ ഉള്ളിൽ ഉണരുന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണരുന്നു? ഉണർവിൻ്റെ പ്രകടന രൂപത്തിലാണ് മനസ്സിലാകുന്നത്. അപ്പം നമ്മുടെ മനസ്സിലുള്ള ഒരു തോട്ട്, ഒരു വിചാരം എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു ചിന്ത. ആ ചിന്തയ്ക്ക് എന്താ രൂപം? അതിന് സ്ഥൂലരൂപമില്ല, സൂക്ഷ്മരൂപമേ ഉള്ളൂ. ആ ചിന്ത എങ്ങനെയാണോ സൂക്ഷ്മാത്മകം, അതേപോലെ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ആ പ്രപഞ്ചത്തിൻ്റെ എന്തെല്ലാം ഉണ്ടോ, ശ്രീരാമനോട് വസിഷ്ഠൻ പറഞ്ഞില്ലേ, സങ്കൽപ്പജാല കലനൈവ ജഗത് സമഗ്രം, സങ്കൽപ്പജാല കലനൈവ ജഗത് സമഗ്രം. ഈ ജഗത്ത് മുഴുവനും എടോ മനുഷ്യ താൻ ഉണരുന്നുണ്ടെങ്കിൽ
അത് തൻ്റെ മനസ്സിൽ നിന്ന് പുറപ്പെടുന്ന സങ്കല്പരൂപത്തിൽ മാത്രമേ ഉള്ളൂ. മനസ്സിൽ പുറപ്പെടുന്ന സങ്കല്പത്തിന് ഇരിക്കാൻ സ്ഥലം വേണ്ട, അതിന് നീളമില്ല, വണ്ണമില്ല. ആ സങ്കല്പം ഇങ്ങനെ ഭാവനാത്മകമായി ഇങ്ങനെ പുറപ്പെട്ടോളും. ഈ ദ്രവ്യങ്ങളെപ്പോലെ ആകാശമോ സ്ഥലമോ ആവശ്യപ്പെടുന്നതല്ല അവയൊന്നും തന്നെ. The products of the mind, the products of the intelligence do not require any extent of space at all for them to be. ഇത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. ഈ വിശ്വം എന്ന് പറയുന്ന ബീജി വാസ്തവത്തിൽ കൽപ്പനാത്മകമാണ്. നമ്മുടെ മനസ്സ് സൂക്ഷ്മമാണ്. ശരീരത്തിൻ്റെ ഉള്ളിൽ ശരീരമാണ് സ്ഥൂലം. ആ സ്ഥൂല ശരീരത്തിൻ്റെ ഉള്ളിൽ സൂക്ഷ്മരൂപത്തിലാണ് മനസ്സ്. ആ മനസ്സിൽ നിന്ന് പുറപ്പെടുന്ന പ്രതിച്ഛായകളായിട്ടാണ് നാം എല്ലാ വസ്തുക്കളെയും കാണുന്നത്. അപ്പം മനസ്സിൻ്റെ പ്രതിച്ഛായയ്ക്ക് ഒരിക്കലും സ്ഥൂലരൂപം കൽപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പം എല്ലാം ഉണ്ടാവുന്നത് സൂക്ഷ്മമായിട്ടാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സിൽ, എൻ്റെ പിന്നാലെ വരണേ, പിന്നാലെയല്ല കൂടെ, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സിൽ ഇത്രയും വിസ്തൃതവും വിശാലവും വൈവിധ്യം നിറഞ്ഞതുമായ ഒരു സ്ഥൂല ലോകം എൻ്റെ മനസ്സിൽ നിൽക്കുമോ? എന്താ മിണ്ടാത്തേ? എന്നാ അനുഭവിക്കുന്നില്ലേ? അതാണതിന് ഇന്ദ്രജാലം എന്ന് പറയുന്നത്. ഇന്ദ്രജാലം എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലാത്തതൊന്നിനെ നിലവിൽ വരുത്തുക. ഉണ്ടോ ചോദിച്ചാൽ ഇല്ല, എന്നാൽ കാണുന്നില്ലേ ചോദിച്ചാൽ കാണുന്നുണ്ട്. അതിന് ഒരു ഉദാഹരണം ഇതാണ്. എൻ്റെ കയ്യിൽ നോക്കൂ, ഇത് ഇത്ര നീളത്തിലുള്ള ഒരു സാധനം, ഇത്രയേ സ്ഥലമുള്ളൂ. ഞാൻ എൻ്റെ കൈ ആകാവുന്നിടത്തോളം വേഗത്തിൽ ഇങ്ങനെ ചുറ്റിയാൽ നിങ്ങളൊരു വട്ടം കാണുന്നില്ലേ? എന്താ മിണ്ടാത്തേ? വട്ടമുണ്ടോ? പിന്നെ എങ്ങനെയാണ് കാണണേ? ഈ സാധനം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചുറ്റുമ്പോൾ ഒരു വട്ടം കാണുന്നു. ഇതേപോലെ ഒരലാത പ്രകൃതമേ ഈ പ്രപഞ്ചത്തിനുള്ളൂ. ഞാൻ കാണുന്നത് മുഴുവൻ എൻ്റെ ഉണർവിൻ്റെ പ്രകടനമാണ്, അഭിവ്യക്തിയാണ്. ആ ഉണർവ് സൂക്ഷ്മമാണ്. അപ്പോൾ ഉണർവിൽ നിന്ന് പുറപ്പെടുന്നതെല്ലാം തന്നെ അതിസൂക്ഷ്മം തന്നെ. അപ്പോൾ ഈ പ്രപഞ്ചത്തെ ഞാൻ സൂക്ഷ്മരൂപത്തിലാണ് അനുഭവിക്കുന്നത്. എന്നാൽ പറയുന്നതോ സ്ഥൂല രൂപത്തിൽ എനിക്ക് ചുറ്റും വിശാലവും വിസ്തൃതവും വിവിധവുമായി പരിലസിക്കുന്നു എന്ന് പറയുന്നുമുണ്ട്. അങ്ങനെ സൂക്ഷ്മമായ ഒരു അനുഭവത്തിനെ നിങ്ങൾ എങ്ങനെയാണ് സ്ഥൂലമായി ചിത്രീകരിക്കുന്നത്? അതാണതിനെ ഇന്ദ്രജാലം എന്ന് പറഞ്ഞത്. ഇന്ദ്രജാലം എന്ന് പറഞ്ഞാൽ കണ്ണിനെ കെട്ടിയിട്ട് കാണിച്ചു തരുന്നതാണ്. കണ്ണിന് കണ്ടു മനസ്സിലാക്കാനുള്ള ശക്തിയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് കാണാൻ പറ്റാത്തൊരു വിചിത്ര ദർശനം നിങ്ങളുടെ മുൻപിൽ പ്രദർശിപ്പിക്കുമ്പോഴാണ് അത് ഇന്ദ്രജാലമാവുന്നത്. ഇന്ദ്രജാലോപമം ജഗത് അതോ മമ കഥം കുത്ര. അങ്ങനെ എല്ലാം ഒരു ഇന്ദ്രജാല രൂപത്തിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസം മുഴുവനും എന്ന് വന്നാൽ ഹേയോപാദേയ കൽപ്പന. ഇവിടെ സ്വീകരിക്കാൻ എന്തുണ്ട്, ത്യജിക്കാൻ എന്തുണ്ട്? എന്തിനെയാണ് നിങ്ങൾ സ്വീകരിക്കുക, എന്തിനെയാണ് ത്യജിക്കുക? കീഴ്ശ്വാസം കൊണ്ട് കയറ് പിരിക്കണമെന്ന് പറഞ്ഞ മാതിരിയാണ് നമ്മുടെ ഏർപ്പാടുകൾ മുഴുവൻ. ഇവിടെ ത്യജിക്കാൻ എന്തുണ്ട്? എന്തിനെ ത്യജിക്കും? മനസ്സിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിൽപ്പ് മുഴുവനും. മനസ്സിൽ നിന്ന് ഇതിനെ ത്യജിക്കാൻ പറ്റുമോ? ത്യജിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ചിന്ത വന്നു പോയി, പിന്നെ ഒന്ന് വന്നു പോയി. ഒരു ചിന്തയും നിങ്ങളുടേതായി സ്ഥായിയായി നിൽക്കുന്നില്ല. എന്നാൽ പോയി ഇല്ലാതെയായി വരാതെയും ആകുന്നില്ല. ഭഗവത്ഗീതയിൽ സുഖദുഃഖങ്ങളെപ്പറ്റി കൃഷ്ണൻ പരാമർശിച്ച് പറയുന്ന പോലെ, അപഗ്രഥിച്ച് പറയുന്നത് പോലെ, ഇന്ദ്രിയങ്ങളും വസ്തുക്കളും തമ്മിൽ സമ്പർക്കം നടന്നാൽ ഉടനെ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് സുഖം അഥവാ ദുഃഖം. ആ സുഖമുണ്ടാക്കാനോ ദുഃഖമുണ്ടാക്കാനോ വേണ്ടി ആരുടെയും പ്രയത്നം ആവശ്യമില്ല. ഇന്ദ്രിയങ്ങളും വസ്തുക്കളും തമ്മിൽ സമ്പർക്കമുണ്ടായാൽ ഉടനെ അതിൻ്റെ പരിണത ഫലമാണ് സുഖദുഃഖങ്ങൾ. അപ്പോൾ സുഖദുഃഖങ്ങളുടെ മുൻപിൽ നമുക്ക് കർത്തൃത്വമില്ല. അത് തന്നെ വന്നു പോകുന്നതാണ്. അത് വരാതെയും പോകാതെയും ഇരിക്കില്ല. അതിൽ സുഖമുള്ളതുപോലെ ദുഃഖമാണ് സുഖത്തെ ആനയിക്കുന്നത്. സുഖമോ ദുഃഖത്തെ ആനയിക്കും. അപ്പോൾ സുഖം ആശാസ്യമാണോ? ദുഃഖത്തിന് ശേഷം വരുന്നത് ദുഃഖത്തിനെ ആനയിക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും ദുഃഖമാണ്. അങ്ങനെ ഒരു സുഖം കിട്ടിയിട്ട് എന്താ കാര്യം?
ഇനി ദുഃഖമോ, അതിന് മുൻപ് സുഖമാണ്, പിന്നീടും സുഖമാണ്. അപ്പോൾ ദുഃഖം എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോളൂ, ഞാൻ സുഖിയായിരുന്നു, ഇനിയും സുഖിയാവുന്നു. അപ്പോൾ അതിലെന്താ പന്തികേടുമില്ല. അങ്ങനെ സുഖത്തോട് പ്രത്യേക വാത്സല്യമോ ആശ്രയമോ, ദുഃഖത്തിനോട് മറിച്ചോ രണ്ടുമില്ലാതെ ഒരു സമീകൃത മനസ്സോടുകൂടി ഈ സുഖദുഃഖങ്ങളെ നേരിടുന്നതാണ് വാസ്തവത്തിൽ നമുക്ക് ആവശ്യം എന്ന് കൃഷ്ണൻ പറഞ്ഞു തന്നതുപോലെ ഇവിടെ പ്രത്യേകിച്ച് സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ ഇല്ല. എല്ലാം തന്നെ സ്വാഭാവികമായി വന്നും പോയും കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഹാർട്ട് അടിക്കണു, നിങ്ങൾക്ക് എന്തെങ്കിലും ഇച്ഛയുണ്ടോ അതിൻ്റെ മുകളിൽ? നിങ്ങൾ ആഗ്രഹിച്ചിട്ടാണോ ഹാർട്ട് അടിക്കണത്? എന്താ മിണ്ടാതെ? ഹാർട്ടേ അടിക്കുക എന്ന് പറഞ്ഞിട്ടാണോ? അതുമാതിരി ശ്വാസകോശത്തോട് ചുങ്ങി വീർക്കുക എന്ന് പറയുന്നുണ്ടോ? അത് സ്വാഭാവികമായി നടക്കണം. ശ്വാസോച്ഛ്വാസം, രക്തസഞ്ചാരം, ചൂട് എല്ലാം തന്നെ അതുമാതിരി തലയിലുള്ള സിഗ്നൽ അങ്ങനെ താഴത്തേക്ക് വരുമ്പോഴാണ് ഓരോ പ്രവൃത്തികളും നടക്കുന്നത്. ഇതെല്ലാം പ്രകൃതിയുടെ ഒരു സംവിധാനത്തിൽ സ്വതസിദ്ധമായി നടന്നുകൊണ്ടിരിക്കെ എന്താണ് നമുക്ക് ആവശ്യപ്പെടാനോ വേണ്ടെന്ന് പറയാനോ ഉള്ളത്? അറിവില്ലായ്മയുടെ ഉച്ചകോടി കൊണ്ടാണ് നാം ത്യജിക്കുക, ഗ്രഹിക്കുക എന്നുള്ള സങ്കല്പങ്ങൾ വളർത്തിയെടുത്ത് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഹേയമോ ഉപാധേയവുമായി ഒരു തരത്തിലുള്ള ധാരണയുടെയും സങ്കല്പത്തിൻ്റെയും ആവശ്യമില്ല. ഞാൻ സ്വതന്ത്രനായി, എൻ്റെ മനസ്സ് സ്വതന്ത്രമായി, എൻ്റെ ബുദ്ധി ജ്ഞാനത്താൽ സ്വതന്ത്രമായി ഞാനിങ്ങനെ കഴിയുന്നു. ശ്വാസോച്ഛ്വാസം പോലെ, രക്തസഞ്ചാരം പോലെ, ഹൃദയത്തിൻ്റെ മിടിപ്പ് പോലെ, ഭൂമി വട്ടം തിരിയുന്നത് പോലെ, ഋതുക്കൾ വന്നു പോകുന്നത് പോലെ, സൂര്യൻ പ്രകാശകിരണങ്ങൾ വിസർജിക്കുന്നത് പോലെ, ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ പോലെ ദിനരാത്രങ്ങൾ ഉണ്ടാകും. ഞാൻ ഉണരും, കുറച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങും, ചിലപ്പോൾ സ്വപ്നം കാണും. ഇതെല്ലാം അതിൻ്റെ ഇച്ഛയ്ക്ക്, അതിൻ്റെ ഇഷ്ടപ്രകാരം നടന്നോട്ടെ. എന്നാണോ നമ്മൾ കൈ വീശി സ്വതന്ത്രരായി സ്വച്ഛരായി അല്ലലും അലട്ടുമില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നത്? അതാണ് മനുഷ്യജന്മത്തിലെ സാഫല്യം. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാകും എന്ന് നിങ്ങൾ സംശയിക്കരുത്. ഇപ്പം എന്തെല്ലാം നടക്കുന്നുവോ അത് അതേപോലെ നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള അല്ലലോ അലട്ടലോ ഉണ്ടാവില്ല. സംശയമില്ല, ഭയമില്ല, ഭ്രമമില്ല, മോഹമില്ല. ഒരു സാധനം ആവശ്യപ്പെടണം എന്ന് തോന്നില്ല, വേണ്ടാന്നും തോന്നില്ല. വേണ്ടായികളെല്ലാം അസ്തമിച്ച്, ഗ്രഹണത്യാഗങ്ങളെല്ലാം അസ്തമിച്ച് സ്വതന്ത്രമായി ജീവിക്കാം. ആ സ്വതന്ത്രതയാണ് വാസ്തവത്തിൽ മോക്ഷശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഷ്ടാവക്രനോട് ജനകൻ ചോദിച്ചത് എന്താ? കഥം ജ്ഞാനമവാപ്നോതി കഥം മുക്തിർഭവിഷ്യതി വൈരാഗ്യം ച കഥം പ്രാപ്തം ഏതദ്ബ്രൂഹി മമ പ്രഭോ. കഥം ജ്ഞാനമവാപ്നോതി, എങ്ങനെയാണ് ജ്ഞാനം കൈവരിക്കുക? കഥം മുക്തിർഭവിഷ്യതി, മുക്തി എങ്ങനെയാണ് സംഭവിക്കുക? വൈരാഗ്യം ച കഥം പ്രാപ്തം, വൈരാഗ്യം എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? ഇതെനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് അതിന് മറുപടിയായിട്ടാണ് ജനകൻ അഷ്ടാവക്രൻ സംസാരിക്കുന്നത് മുഴുവനും. അഹോ ചിന്മാത്രമേവാഹം ഇന്ദ്രജാലോപമം ജഗത് അതോ മമ കഥം കുത്ര ഹേയോപാദേയ കൽപ്പന. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒന്നും എനിക്ക് പ്രത്യേകമായിട്ട് ആവശ്യമില്ല, ഒന്നും എനിക്ക് പ്രത്യേകമായി വെറുപ്പുള്ളതുമില്ല. അപ്പോൾ ആശ പോലെ നിരാശയെയും വെറുപ്പിനെയും ഇഷ്ടക്കേടിനെയും ഇഷ്ടത്തെയും എല്ലാറ്റിനെയും തട്ടിമാറ്റിക്കൊണ്ട് സ്വതന്ത്രമായി കഴിഞ്ഞുകൂടുക. രാഗം ദ്വേഷം എന്ന് പറയുന്ന രണ്ട് മനോവികാരങ്ങളാണ് മനുഷ്യനെ വട്ടം തിരിക്കുന്നത്. രാഗവും വേണ്ട, ദ്വേഷവും വേണ്ട, രണ്ടുമില്ലാതെ ഒന്ന് ഇരുന്ന് നോക്കൂ, എത്ര സ്വതന്ത്രമാകും നിങ്ങളുടെ മനസ്സെന്ന് അപ്പം അറിയാം. നമുക്ക് അധികമൊന്നും വായിക്കേണ്ടതില്ല, ഗ്രഹിക്കേണ്ടതുമില്ല. എല്ലാം കൂടി ഉള്ളത് മനസ്സാണ്. ആ മനസ്സിലുള്ള വികാര ബാഹുല്യമാണ് നമുക്ക് തകരാറുണ്ടാക്കി തീർക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ വികാരങ്ങൾ ഉപശമിപ്പിക്കാനുള്ള ചിന്താഗതി ഉൾക്കൊള്ളുക.
അതാണ് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഈ ഉള്ളിലുള്ള ആ ചൈതന്യവിശേഷമുണ്ടല്ലോ ചിത്തിന്, അതിൽ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ എന്തെല്ലാം സാധിക്കുമോ, എത്രയെല്ലാം വസ്തുക്കളുണ്ടോ, ആ വസ്തുക്കളുടെ ലക്ഷണങ്ങൾ ഒന്നും അവിടെ യേശില്ല. അവിടെ നീളമില്ല, വീതിയില്ല, വണ്ണമില്ല, വൃത്താകൃതിയില്ല, ദീർഘമില്ല, വിസ്താരമില്ല. അവിടെ കറുപ്പില്ല, വെളുപ്പില്ല, തണുപ്പില്ല, ചൂടില്ല. അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു സംഗതിയാണ്. ഞാൻ സാധാരണ പറയും, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല, എത്ര വലിയ വൃക്ഷങ്ങളായാലും ആ വൃക്ഷങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര കാതലുള്ള മരമായാലും ശരി, അതിൻ്റെ ഉള്ളിൽ ഏതാണ്ട് ഈ വണ്ണത്തിൽ ഒരു പിത്തുണ്ട്. അവിടെ നടുക്കിലൊരു തുള. ആ തുളയിലുണ്ടാവുന്ന പ്രവർത്തനമാണ് അതിൽ തടിയായും തൊലിയായും ശാഖയായും ഉപശാഖയായും ഇലയും പൂവും കായുമൊക്കെ ആയിട്ട് വളർന്നു വരുന്നത്. ആ ഉള്ളിലുള്ള സാധനം ഒരു ദ്രാവകമാണ്. മരത്തിനെ മുറിച്ചിട്ട് കുറേ കഴിയുമ്പോഴേക്കും അത് പൊടി പോലെ ആയിത്തീരും. വാസ്തവത്തിൽ അത് പൊടിയാണ്, തവിട് പോലെ ഒരു സാധനം. അതിൽ നിന്നാണ് ഈ കഠിനമായ മരവും എല്ലാം ഉണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, അഹങ്കാരമുണ്ട്. ഇതിനെയെല്ലാം കവച്ചു വെച്ചുകൊണ്ട് ഒരു തലം, ഒരു ആത്മതലമുണ്ട്. ആ ആത്മതലത്തിൽ ഒരു വിധത്തിലുള്ള പ്രവൃത്തികളും ഏശുന്നില്ല. ഒരു പ്രവൃത്തികളും അവിടുന്ന് പുറപ്പെടുന്നില്ല. പ്രവൃത്തി ഫലങ്ങളും അവിടെ ഏശുന്നില്ല. അത് അകർത്താവാണ്, അഭോക്താവാണ്. കർത്തൃത്വം ഭോക്തൃത്വം എന്ന് പറയുന്നത് ബുദ്ധിയിലും മനസ്സിലും മാത്രം ഉദിക്കുന്ന സങ്കല്പങ്ങളാണ്. അതിൻ്റെ അപ്പുറത്ത് ചെന്നാൽ എല്ലാവരുടെ ഉള്ളിലും സ്ഫുരിക്കുന്നത് വിശേഷപ്പെട്ട ഒരു ചേതനാത്മകതയാണ്. അതിനെ ഒരു വസ്തുവായി പരിഗണിക്കാൻ പറ്റില്ല. വസ്തുലക്ഷണങ്ങളൊന്നുമില്ല. അതാണ് അവിടെ പറയുന്നത്, ഒരു തരത്തിലും ഒന്നും സ്പർശിക്കാത്ത വിശേഷപ്പെട്ട ഒരു ചൈതന്യമാണത് എന്ന്. അതിനെ ഗ്രഹിക്കുകയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ബുദ്ധിയിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് അന്വേഷണം വളർത്തി ആ അന്വേഷണത്തിൻ്റെ പിന്നാലെ ഒരു ജ്ഞാനയാത്ര പോലെ പോയി അവസാനം ആ ആശയം വ്യക്തമാകും. കണ്ണുകൊണ്ട് പ്രകാശം എങ്ങനെ കാണുന്നുവോ അതുപോലെ ഈ ജ്ഞാനപ്രകാശം ബുദ്ധിയിൽ ഉദിക്കുന്നതാണ്. ബുദ്ധിയാണതിൽ പ്രവർത്തിക്കേണ്ടത്. വിവേകചൂടാമണിയിൽ ശങ്കരാചാര്യൻ ഒരു ശ്ലോകം പറയുന്നുണ്ട്, കേട്ടോളൂ. അയമാത്മാ നിത്യസിദ്ധ പ്രമാണേ സതിഭാസതേ ന ദേശം നാഭിവാകാലം ന ശുദ്ധിർവാപ്യപേക്ഷതേ. ഇത് ഞാൻ പറയാറില്ല. എന്താ കാരണം? ഇത് പറഞ്ഞാൽ എൻ്റെ കൂടെ വന്ന് ഗ്രഹിക്കാൻ പുറപ്പെടില്ല. അതുകൊണ്ട് പറയാറില്ല. കേട്ടോളൂ. അയമാത്മാ നിത്യസിദ്ധ. ഈ ആത്മാ എന്ന് പറയുന്ന ആ ഉൾത്തലമുണ്ടല്ലോ, അത് നിത്യസിദ്ധമാണെന്ന്. അതെപ്പോഴും ഇപ്പം തന്നെ നിലവിൽ നിൽക്കുന്നതാണ്. അതിനെ കൊണ്ടുവന്ന് അവിടെ ഇടേണ്ട ആവശ്യമില്ല, സ്ഥാപിക്കേണ്ടതില്ല, സമ്പാദിക്കേണ്ടതില്ല, അതിൻ്റെ അടുക്കിലേക്ക് പോകേണ്ടതില്ല, അതിനെ കാണേണ്ടതില്ല, കേൾക്കേണ്ടതില്ല, ഗ്രഹിക്കേണ്ടതില്ല. അത് സ്വാഭാവികമായി നമ്മുടെ ശരീരമുള്ളപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ, ബുദ്ധിയുടെ ഉള്ളിൽ അഹങ്കാരത്തെയും മറികടന്ന് എപ്പോഴും വിരാജമാനം, എപ്പോഴും നിലനിൽക്കുന്ന ഒരു സാന്നിധ്യമാണത്. അത് നിത്യസിദ്ധമാണ്. ആ നിത്യസിദ്ധമായിരിക്കുന്ന ആത്മതലം പ്രകാശേ സതിഭാസതേ, പ്രമാണേ സതിഭാസതേ. അതിനെ കാണാനുള്ള ഉപകരണം ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ കാണാം. നിങ്ങളെൻ്റെ കൂടെ വരുന്നുണ്ടോപ്പാ? അതിനെ കാണാനുള്ള ഉപകരണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. വർണ്ണശബളമായിരിക്കുന്ന ഒരു സാധനം നിങ്ങളുടെ മുൻപിലുണ്ട്. അതിനെ കാണണമെങ്കിൽ എന്തു വേണം? കണ്ണ് വേണം. ആ കണ്ണിന് നിങ്ങൾ എന്തു വേണം? പോളെ അങ്ങോട്ട് തുറക്കണം, നോക്കണം, കണ്ടു. കാണാൻ ഒരു വിഷമവുമില്ല, പോള തുറന്നാൽ മതി. അതുപോലെ ഈ ഉള്ളിലിരിക്കുന്ന ആ സാന്നിധ്യത്തെ ഗ്രഹിക്കാനോ ദർശിക്കാനോ നിങ്ങൾ എന്തു വേണം? ബുദ്ധി എന്ന് പറയുന്ന ഉപകരണം തുറക്കണം, അവിടെ കൊണ്ടുപോകണം. അപ്പോൾ തന്നെത്താനെ വെളിപ്പെടും.
പ്രമാണേ സതി ഭാസതേ. അതിശുദ്ധ ബുദ്ധിഭിഹി എന്നാണ്. നമ്മുടെ ബുദ്ധി ശുദ്ധമാകണം, മനസ്സ് ശുദ്ധമാകണം, സൂക്ഷ്മമാകണം. അങ്ങനെ ആയാൽ ഈ ഉൾസാന്നിധ്യം നമ്മുടെ പ്രകാശത്തിൽപ്പെടും, നമ്മുടെ അറിവിൽപ്പെടും. ന ദേശം നാഭിവാകാലം ന ശുദ്ധിർവാപ്യപേക്ഷതേ. ഇതിനെ ഗ്രഹിക്കേണ്ട വിഷയത്തിൽ ഇന്ന ദേശത്തിൽ ഇന്ന പുണ്യസ്ഥലത്തിൽ ഇന്ന സമയത്ത് ഇന്ന മുഹൂർത്തം ഒന്നുമില്ല. നാഭിവാകാലം ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്നോ ഇന്ന സമയം പോകണമെന്നോ ഇന്ന കാലത്തിൽ പോകണമെന്നോ അല്ല കാണുന്നവന് ശുദ്ധി വേണമെന്നോ ഒന്നുമില്ല. അത് കാണുന്നത് ബുദ്ധിയാണ്. ആ ബുദ്ധിക്ക് തക്ക സൂക്ഷ്മതയുണ്ടോ, ശക്തിയുണ്ടോ, വേണമെന്ന് തോന്നുന്നുണ്ടോ ബുദ്ധിയുടെ ഉടമസ്ഥന്? എന്നാൽ ഉള്ളിലുള്ളതിനെ നമുക്ക് ദർശിക്കാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. ഈ ലോകത്തിൽ പുറമേയുള്ള വസ്തുക്കളുടെ ലക്ഷണങ്ങളൊന്നുമില്ലാതെ അത് ഉള്ളിൽ സദാ വിരാജിക്കുന്നു, സന്നിഹിതമാകുന്നു. അതിനെ ഗ്രഹിക്കാനായി ഒരു ഗ്രാഹ്യ ത്യാജ്യഭാവങ്ങളൊന്നും ആവശ്യമില്ല. അതൊരു തടസ്സവുമല്ല. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. 8:1. നിങ്ങളുടെ കയ്യിലുണ്ടോ? അത് ഉണ്ടോ? ശരി. തദാ ബന്ധോ യഥാ ചിത്തം. തദാ ബന്ധോ യഥാ ചിത്തം. പോരാ, ഒന്ന് ഉറക്കെ പറയും. എന്താ വല്ലതും കൊഴിഞ്ഞു പോവോ പല്ലൊക്കെ? ഒന്ന് ഉറക്കെ പറയൂ. തദാ ബന്ധോ യഥാ ചിത്തം. തദാ ബന്ധോ യഥാ ചിത്തം. കിഞ്ചിത് വാഞ്ചതി ശോചതി. കിഞ്ചിത് വാഞ്ചതി ശോചതി. കിഞ്ചിന്മുഞ്ചതി ഗൃഹ്ണാതി. കിഞ്ചിന്മുഞ്ചതി ഗൃഹ്ണാതി. കിഞ്ചിന്മുഞ്ചതി ഗൃഹ്ണാതി. കിഞ്ചിന്മുഞ്ചതി ഗൃഹ്ണാതി. കിഞ്ചിത് ഹൃഷ്യതി കുപ്യതി. കിഞ്ചിത് ഹൃഷ്യതി കുപ്യതി. കിഞ്ചിത് കിഞ്ചിത് ഹൃഷ്യതി ഹൃഷ്യതി കുപ്യതി. കുപ്യതി. തദാ ബന്ധോ യഥാ ചിത്തം. തദാ ബന്ധോ യഥാ ചിത്തം. കിഞ്ചിത് വാഞ്ചതി ശോചതി. കിഞ്ചിത് വാഞ്ചതി ശോചതി. കിഞ്ചിന്മുഞ്ചതി ഗൃഹ്ണാതി. കിഞ്ചിന്മുഞ്ചതി ഗൃഹ്ണാതി. കിഞ്ചിത് ഹൃഷ്യതി കുപ്യതി. കിഞ്ചിത് ഹൃഷ്യതി കുപ്യതി. എന്താണ് ഈ ബന്ധനം അല്ലെങ്കിൽ ബന്ധം എന്ന് പറയണത്? നിങ്ങളുടെ വീട്ടിൽ ഭാര്യാഭർത്താക്കന്മാർ അച്ഛനമ്മമാരായി 2 കുട്ടികളോട് കൂടി വാഴുന്നു. കല്യാണം കഴിച്ചത് തെറ്റോ? ഗർഭം ധരിച്ചത് തെറ്റോ? കുട്ടികളുണ്ടായത് തെറ്റോ? എല്ലാവരും കൂടി വാഴുന്നത് തെറ്റോ? എന്താണ് ഇവിടെ തെറ്റ്? ഒരു തെറ്റുമില്ല. നിങ്ങൾ സന്തോഷമായിട്ട് ഇരുന്നോളൂ. എങ്ങനെ ഇരിക്കണം? പരസ്പര സ്നേഹത്തോടു കൂടി, പരസ്പരം വേണ്ടിയോടുകൂടി, നന്നായി ഒരാൾ ഇനി ഒരാൾ നോക്കി വേണ്ടത് പറഞ്ഞ് വിലക്കേണ്ടത് വിലക്കി, അങ്ങനെ സന്തോഷമായിട്ട് കൂട്ടായ്മയോടുകൂടി ഭംഗിയായിട്ട് ജീവിക്കൂ. ഒരു തെറ്റുമില്ല. തെറ്റെവിടെയാണെന്നറിയോ നിങ്ങൾക്ക്? അമിതമായ ആശ മനസ്സിൽ പ്രവേശിക്കുമ്പോഴാണ്. മൃഗങ്ങൾ ജീവിക്കണില്ലേ? അവർക്ക് എന്താ വിഷമം? നമ്മൾ ഉള്ളിടത്തോളം കാലം ഇവിടെ മൃഗങ്ങളും പക്ഷികളും ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ കുടുംബവും കുട്ടികളുമായി കൂടുണ്ടാക്കിയിട്ടും ഇല്ലാതെയും ജീവിക്കുന്നുണ്ടല്ലോ. എന്താ അവർക്ക് കുഴപ്പം? നമ്മളോ അതിലും നന്നായി ജീവിക്കേണ്ടവരാണ്. അതിലും നന്നായി ജീവിക്കാൻ വേണ്ടി ഒന്നാന്തരം കെട്ടിടങ്ങളുണ്ടായി. എന്നിട്ടോ പൊളിച്ചു കളയേണ്ടി വന്നു. വെടിവെച്ച് പൊളിച്ചു. എന്താ അതിന് കാരണം? നിങ്ങളൊന്ന് പറയൂ. ആശയുടെ പേരിൽ അനർഹമായ രീതിയിൽ അനർഹ സ്ഥലത്ത് ആരുടെയോ ചിലരുടെ കണ്ണിലൊക്കെ പൊടിയിടാൻ അനുവദിച്ചു. പൊടിയിട്ടു. അവസാനം കെട്ടിടമുണ്ടായി, പൊളിപ്പിച്ചു. ഈ ഗതികേടിന് മനുഷ്യൻ പോണോ? ഇതെങ്ങാനും വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു അറിഞ്ഞാൽ എത്ര ദിവസം കരയുന്നുള്ളത് എനിക്കറിയില്ല. ഈ ബുദ്ധിയുള്ള മനുഷ്യനെ ഞാൻ രചിച്ചത് ഇങ്ങനെയുള്ള ഒരു ഗതികേടിന് വേണ്ടിയിട്ടാണോ എന്നാണ് മഹാവിഷ്ണു ചോദിക്കുക. അവർ ചന്ദ്രനിലേക്ക് പോയപ്പോൾ മഹാവിഷ്ണുവിന് എന്തുമാത്രം സന്തോഷം എന്നറിയോ? എൻ്റെ ബുദ്ധിക്ക് ഇത്രയൊക്കെ യോഗ്യതയുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എല്ലാവരെ പോലെ ഒരു തലയുണ്ടാക്കി, ഒരു ബുദ്ധിയും ഉണ്ടാക്കി, തലച്ചോറും കൊടുത്തു.
ആ തലച്ചോറ് വെച്ചിട്ട് ഞാൻ സൃഷ്ടിച്ച മനുഷ്യൻ എൻ്റെ അപ്പോ എവിടേക്കൊക്കെയാണ് പോണത്, എത്ര ദൂരാണ് താണ്ടി ചെല്ലുന്നത്. ഭൗമ പദാർത്ഥങ്ങളും ഊർജങ്ങളും ഉപയോഗിച്ച് എവിടെയോ കിടക്കുന്ന ചന്ദ്രൻ്റെ അവിടെ എത്തിച്ചേരുകയാണ് അവർ. ഇതിലും വലിയ മഹത്വമുണ്ടോ എന്ന് പറഞ്ഞ് മാലയും കയ്യിലെടുത്ത് അഭിനന്ദിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് മഹാവിഷ്ണു. അതേ മഹാവിഷ്ണുവിന് ഇങ്ങനെ കെട്ടിടം വെടിവെച്ച് പൊളിക്കേണ്ടി വന്നു. മനുഷ്യൻ നിർമ്മിച്ച കെട്ടിടം എന്ന് പറയുമ്പോൾ എത്ര അധികം വിഷമമുണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ വക തോന്നിവാസങ്ങളും അമിതമായിരിക്കുന്ന ആശകളും അനാവശ്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് ഒന്ന് നല്ലോണം പോലെ ഒരു പൂങ്കാവനമാക്കി, ഭൂമിയെ പൂങ്കാവനമാക്കി നമുക്ക് ജീവിച്ചൂടെ? എത്രയെത്ര മണ്ണ് കുഴിച്ചു കൊണ്ടുപോണു, കുന്നുകളെ നിരത്തുന്നു. എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്? കുന്നുകളെ കുന്നാക്കി നിർത്തൂ, നിരന്ന ഭൂമികളെ നിരത്തി നിർത്തൂ, വയലുകളെ വയലുകളായി രക്ഷിക്കൂ, കാറ്റിന് തടസ്സം വരുത്താതെ ഇരിക്കൂ, ചുറ്റും വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കൂ. ദശപുത്ര സമോ വൃക്ഷ, ഒരു വൃക്ഷം വെച്ച് പിടിപ്പിച്ചാൽ 10 സന്താനങ്ങൾക്ക് തുല്യമാണ്, 10 പുത്രന്മാർക്ക്. വാടുന്ന ഒരു ചെടിക്ക് കുറച്ച് വെള്ളം കൊടുത്താൽ മരിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണത്. ഒന്ന് മനസ്സിലാക്കുന്നപ്പാ. നമുക്ക് ആവശ്യം കോൺക്രീറ്റ്. ഞാൻ വേണ്ടാന്ന് പറയണില്ല. അമിതമായിട്ടൊന്നും ചെയ്യരുത്. പരിസ്ഥിതിയോടുകൂടി ചേരുന്നത്, യോജിക്കുന്നത്, നമ്മുടെ പിൻതലമുറകൾക്ക് ഒരു വിധത്തിലുള്ള നാശമോ കോട്ടമോ വരാതെയിരിക്കുന്നത്. നാം ഭൂമിയിൽ അധിവസിച്ച് ആ ഭൂമിയെ നാം അലങ്കരിക്കണം, അതിന് ഭൂഷണങ്ങൾ ചാർത്തണം. നാം എടുക്കുന്ന സമയത്ത് ആ ഭൂമി എങ്ങനെയിരുന്നോ അതിനേക്കാൾ സമ്പുഷ്ടമായി ആരോഗ്യകരമായിട്ടുള്ളൊരു ഭൂതലത്തെയാണ് വരും തലമുറയ്ക്ക് നാം കൊടുക്കേണ്ടത്. അല്ലാതെ തുരന്ന് മാന്തി എല്ലും കൂടി ബാക്കിയില്ലാതെ കേടുവന്ന ഒരു ഭൂതലത്തിനല്ല പിൻഗാമികൾക്ക് കൊടുക്കുക. വിശിഷ്ടമായ ഒരു ഭൂതലം കൊടുക്കൂ. അതാണ് നമുക്ക് ആവശ്യം. മനുഷ്യൻ എവിടെ ചെന്നു അവിടെയായി കുരുത്തക്കേട് മുഴുവനും. നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കണു ഉത്പന്നങ്ങൾ, ആ ഉത്പന്നങ്ങളൊക്കെ ഉണ്ടാക്കി തൊട്ടതിനൊക്കെ നമുക്ക് വൃത്തിയും വെടുപ്പിൻ്റെ പേരിലെല്ലാം വേണം. എന്നിട്ടുണ്ടാവുന്ന ഗാർബേജ് സംസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കേരളത്തിലെ ഗാർബേജ് തമിഴ്നാട്ടിലേക്ക് രഹസ്യമായി കൊണ്ട് ചൊരിയുക. നാണക്കേടില്ലപ്പാ. നമ്മളൊരു സ്വതന്ത്ര സംസ്ഥാനമാകണം. നമ്മളിൽ എന്തെല്ലാം രചിക്കുന്നുവോ അത് ഇവിടെ തന്നെ മണ്ണിൽ നമ്മൾ പരിരക്ഷിച്ച് സൂക്ഷിച്ച് നിർത്താൻ സാധിക്കണം. ഞാൻ പലരോടും പറയും, എത്ര കെമിക്കൽ എൻജിനീയേഴ്സ് ഉണ്ട് ഇവിടെ, എത്ര കെമിസ്റ്റ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ആലോചിച്ച് നാം ഉത്പാദിപ്പിക്കുന്ന ഗാർബേജ് ഉണ്ടല്ലോ, മാലിന്യങ്ങൾ, അത് ഇവിടെ തന്നെ സംസ്കരിച്ച് അപകടമില്ലാത്ത തരത്തിലുള്ള ഒരു സംവിധാനം ആവിഷ്കരിക്കുക അടിയന്തര ആവശ്യമാണ്. അത് സാധിച്ചിട്ടില്ല ഇനിയും. എന്നാലോ ഓരോന്നായി ഉണ്ടാക്കി തള്ളണു. ഒരു സോപ്പ് മേടിക്കും, അതിനെ പൊതിഞ്ഞിട്ടുള്ള സാധനം നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ വാങ്ങിക്കൂട്ടുന്നത്. ആ വാങ്ങിയത് മുഴുവൻ തിന്നാനോ ഉപയോഗിക്കാനോ നമുക്ക് പറ്റില്ല. അതിനെ പൊതിയുന്ന ആ പൊതിച്ചൽ വസ്തുക്കളുണ്ട്. ആ വസ്തുക്കൾ മാലിന്യത്തിൽപ്പെട്ടതാണ്, ഗാർബേജിൽ. ആ ഗാർബേജിനെ വേണ്ടതുപോലെ ഡിസ്പോസ് ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഇതിലും വലിയ നാണക്കേട് മനുഷ്യന് വരാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കൂട്ടരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ആരോടെങ്കിലും ഇതിനെപ്പറ്റി പറഞ്ഞാൽ ഞങ്ങളുടെ ആശ്രമത്തിൽ ജോലി ചെയ്യുന്നവരടക്കം കൂട്ടാക്കില്ല. അവരുടെ മനസ്സിനെ തട്ടി ഉണർത്തി നിങ്ങളത് സൂക്ഷിച്ച് വയ്ക്കൂ, അത് വലിച്ചെറിയരുത് എന്ന് പറഞ്ഞാൽ കൂട്ടാക്കണ്ടേ? പസഫിക് ഓഷനിൽ 340 കിലോമീറ്റർ സ്ക്വയറിലാണ് പ്ലാസ്റ്റിക് വസ്തുക്കൾ ആ ഭൂമിയുടെ തിരിച്ചലിൻ്റെ പേരിൽ കൂടി ഒരു ഐലൻഡ് ഉണ്ടായിരിക്കുന്നത്. 340 ചതുരശ്ര കിലോമീറ്റർ, 340 കിലോമീറ്റർ ചതുരം എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത്രയും വലിയ ഒരു ഐലൻഡ് പസഫിക് ഓഷനിൽ ഉണ്ടായിട്ടുണ്ട്. ഈ തൃശ്ശൂരിൽ ഫ്രീ ആയിട്ട് നടക്കുന്ന ചില പശുക്കൾ ചെത്ത് പോകുമ്പോൾ അതിൻ്റെ വയറ് പരിശോധിച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ കൂടാരം അവിടെ കാണാം. നമുക്ക് നാണാവില്ലേപ്പാ? എന്നാണ് നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ മനസ്സിലും ഒരു മര്യാദ എന്നൊരു ആശയം അങ്ങനെ ഉറച്ച് നമ്മളെ നയിക്കാൻ തുടങ്ങുന്നത്? ഇവിടെയുള്ള കുഴപ്പം മുഴുവനും എന്താ? അയമാത്മാ നിത്യസിദ്ധ പ്രമാണേ സതി ഭാസതേ. ആ പിത്ത് പോലെ
വൃക്ഷത്തിലെ പിത്ത് പോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആത്മതലം ബുദ്ധി കൊണ്ട് നോക്കിയാൽ കണ്ട് ഗ്രഹിക്കാവുന്നതാണ്. അങ്ങനെ ഗ്രഹിച്ച് എത്ര സുഖം വേണമോ ആ സുഖം മുഴുവനും അവിടുന്ന് നിങ്ങൾ നുകർന്ന് നുണഞ്ഞ് അനുഭവിച്ചോളൂ. അമിതമായ വാഞ്ച ഒരു കാര്യത്തിലും ആവശ്യമില്ല. കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളായി നല്ലൊരു വീട് വേണമെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി സുഖമായി സന്തോഷപൂർവ്വം ജീവിക്കൂ. ആ സന്തോഷത്തിൻ്റെ മൂലാധാരം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാ അഷ്ടാവക്രൻ പറയുകയാണ്, തഥാ ബന്ധോ യഥാ ചിത്തം കിഞ്ചിത് വാഞ്ചതി ശോചതി. നിങ്ങളുടെ മനസ്സ് എന്തെങ്കിലും ഒന്ന് ആശിച്ചു പോയാൽ വന്നു ബന്ധനം. ആശിക്കേണ്ട ആവശ്യമില്ല ഈ ലോകത്തിൽ. ആവശ്യത്തിൻ്റെ മുകളിൽ നിങ്ങൾ ജീവിതം കെട്ടിപ്പടുക്കൂ, ആശയുടെ മുകളിലല്ല. ആശയുടെ മുകളിലല്ല. എന്തിനാണ് നമ്മൾ ആശിക്കുന്നത്? പക്ഷി മൃഗാദികൾ നമ്മളെപ്പോലെ ഈ ഭൂതലത്തിൽ ജീവിക്കുന്നില്ലേ? അവയെ ആശിക്കുന്നുണ്ടോ? മരിച്ചുപോയോ? ഒന്ന് മറുപടി പറയണപ്പാ. മലമ്പാമ്പുണ്ട്, മലമ്പാമ്പ്. അതിനെ ഇഴഞ്ഞു പോകാൻ പറ്റില്ല, പാവം. ഇര പിടിക്കാനും പറ്റില്ല. ആ മലമ്പാമ്പ് ഇങ്ങനെ വായ തുറന്നിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം അതിൻ്റെ വായിൻ്റെ ഉള്ളിൽ വന്ന് പെട്ടാൽ ഒന്ന് വിഴുങ്ങും. ഇതേ ഉള്ളൂ അതിനുള്ള ആഹാരം. അത് വംശമറ്റ് പോയിട്ടുണ്ടോ ഈ ലോകത്തിൽ? എന്താ ഇവരുമിണ്ടാതെ? പോയിട്ടുണ്ടോ? എങ്ങനെ? നേരെ മറിച്ച് നിങ്ങളും 2 കുട്ടികളും ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ കോലാഹലങ്ങളാണ് കാട്ടണേ. എന്നിട്ട് നിങ്ങൾക്ക് മുകളിൽ പറക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോഴും ഭൂമിയിൽ തന്നെയല്ലേ ജീവിക്കണത്. ആരുടെ ശ്വാസം? പ്രകൃതി നൽകുന്ന വായു, പ്രകൃതി നൽകുന്ന ജലം. ആ ഭൂതലത്തിൽ ജീവിച്ചുകൊണ്ട് പ്രകൃതി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം. ആ ജലത്തിന് വേണ്ടി നിങ്ങൾ പാടുപെടുന്നുണ്ടോ? വായുവിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടോ? സൂര്യചന്ദ്ര കിരണങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തപസ് ചെയ്യുന്നുണ്ടോ? ഭൂതലത്തിന് വേണ്ടി ഓടിച്ചാടുന്നുണ്ടോ? പക്ഷേ ഇതിലല്ലേ നിങ്ങളുടെ ജീവിതം. അടിസ്ഥാന വസ്തുക്കൾക്ക് വേണ്ടി പ്രയത്നിക്കേണ്ടതില്ലെങ്കിൽ അനടിസ്ഥാനമായിട്ടുള്ള വസ്തുക്കൾക്ക് വേണ്ടി അമിതമായി ആശിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. മറുപടി പറയും. ഇവിടെ ആശിച്ച് ജീവിക്കുന്നതോ ശരി അല്ല, എനിക്കൊന്നും തേടാനില്ല, കിട്ടാനില്ല എന്ന് പറഞ്ഞ് സമ്പദ് സമൃദ്ധമായ ഒരു ഹൃദയത്തോടു കൂടി ജീവിക്കുന്നതോ? എന്താ എൻ്റെ ചോദ്യം? മനസ്സിലായില്ല അല്ലേ? ഉൾസമൃദ്ധിയോടുകൂടി ജീവിക്കുന്നതാണോ ഇവിടെ അഭിലഷണീയം? അതോ ദാരിദ്ര്യത്തോടുകൂടി ജീവിക്കുന്നതോ? ഉൾസമൃദ്ധി എങ്ങനെ ഉണ്ടാവും? പണം കൊണ്ടുണ്ടാവോ? പ്രതാപം കൊണ്ടുണ്ടാവോ? ഒരു 10 പവൻ സ്വർണം നമ്മുടെ ഉള്ളിൽ തിരികെ അങ്ങോട്ട് വിടാൻ പറ്റുമോ മനസ്ഥലത്തിലേക്ക്? ലോകത്തിലുള്ള ഏതെങ്കിലും വസ്തു മനസ്സിലേക്ക് നുഴഞ്ഞു കയറുമോ? നിങ്ങൾക്കുണ്ടായ കുട്ടികൾ പുറത്തോ അതോ അകത്തോ? എന്താ നിങ്ങൾ ഈ പറയണത്? എന്തിനാ പിന്നെ ആശിക്കണത്? ആശിക്കുന്നതിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു വസ്തു ഭൂതലത്തിൽ ഒരു മണൽ തരി പോലും അവിടെ കിടക്കുമോ? കിടക്കില്ല. അപ്പോൾ ഉൾസമ്പദ് സമൃദ്ധി എന്ന് പറഞ്ഞാൽ ആശയില്ലായ്മയിൽ നിന്നാണെന്നൊന്ന് പഠിക്കൂ അപ്പാ. പ്രഥമ പാഠം, അന്തിമ പാഠം. കിഞ്ചിത് വാഞ്ചതി ശോചതി. എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ആശിച്ചു പോയി, കുറച്ചൊന്ന് ദുഃഖിച്ചു. ഇത് രണ്ടുമില്ലാതെ ഇരിക്കണം. ദുഃഖിക്കും വേണ്ട, ആശിക്കും വേണ്ട. അപ്പോയിൻമെൻ്റ് ഉള്ളവനാണ് ഡിസപ്പോയിൻമെൻറ്റ്. അപ്പോയിൻമെൻ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻറ്റും ഇല്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിരാശ പിടിപെടാതെ നമ്മുടെ മനസ്സിൽ വെറുപ്പ് കടന്നുകൂടാതെ ശുദ്ധമായി സരളമായി സാമഞ്ജസ്യത്തോടുകൂടി പ്രകൃതി ഘടകങ്ങളോട് ഇണങ്ങി സമ്പദ് സമൃദ്ധമായി ജീവിക്കാൻ പഠിക്കൂ. എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ മനസ്സിൽ വേണമെന്ന് തോന്നിയാൽ കഴിഞ്ഞു. പിന്നെ സുഖം ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാവുള്ളൂ. രാപ്പകൽ കിഞ്ചിത് മുഞ്ചതി ഗൃഹാതി. എന്തെങ്കിലും ഒന്ന് പിടിക്കണം അല്ലെങ്കിൽ വിടണം. ഗ്രഹണത്യാഗങ്ങൾ രണ്ടിനെയും ഉപേക്ഷിക്കൂ. കിഞ്ചിത് ഹൃഷ്യതി കുപ്യതി. ഒന്നിനെയും കുറിച്ച് സന്തോഷിക്കണ്ട, ഒന്നിനെയും കുറിച്ച് കോപിക്കുകയും വേണ്ട.
നമ്മൾക്ക് ചാഞ്ചാടുന്ന പ്രകൃതിയാണ് അമ്മയുടെ അമ്മിഞ്ഞ കുടിച്ച് വളർന്നത് മുതൽ. വേണം വേണ്ട, വേണം വേണ്ട, ഇഷ്ടം അനിഷ്ടം, ഇഷ്ടം അനിഷ്ടം, ഇതാണ് നമ്മുടെ മനസ്സിൽ. അത് രണ്ടും വിട്ടൊരു സമസ്ഥിതിയുണ്ട്. ആ സമസ്ഥിതിയെ ആശ്രയിക്കൂ. നമ്മുടെ മനസ്സിന് നിറയ്ക്കാനായി ഒരു തരി പോലും നമുക്ക് ആവശ്യമില്ല പുറമേ നിന്ന്. മനസ്സിൻ്റെ നിറവ് ആശയില്ലാത്തതാണ്. ഏത് മനസ്സാണ് ആശയെ വിടുക? സ്വയം നിറഞ്ഞിരിക്കുന്ന മനസ്സ്. മനസ്സിനെ നിറയ്ക്കാൻ പുറം വസ്തുക്കൾക്ക് ശക്തിയില്ല, പ്രാപ്തിയില്ല. മനസ്സിനെ നിറയ്ക്കാൻ നമ്മുടെ ഉൾവസ്തുവിനെ പറ്റുള്ളൂ. തൃപ്തി എന്ന് പറയുന്നത് മനസ്സ് രചിക്കുന്നതാണ്. നിങ്ങൾക്ക് കാത്ത് നോറ്റ ഒരു കുട്ടി ഉണ്ടായാലും ശരി, ഒരു വീട് കെട്ടിയാലും ശരി, ഒരു ലോട്ടറി കിട്ടിയാലും ശരി, ഉദ്യോഗ കയറ്റമുണ്ടായാലും ശരി, സംഭവങ്ങൾ വിവിധമാവാം. പക്ഷേ മനസ്സിനുള്ള തൃപ്തി ഏകാത്മകമാണോ അല്ലയോ? മനസ്സിനുള്ള തൃപ്തിക്ക് വ്യത്യാസമുണ്ടോ? ഈ തൃപ്തി മനസ്സിലോ അതോ പുറം വസ്തുവിലോ? അപ്പം മനസ്സിലാണ് തൃപ്തിയുടെ താക്കോല് കിടക്കണത് എന്നുണ്ടെങ്കിൽ എന്തിനാണ് വസ്തുക്കൾ? ബുദ്ധിയിലാണ് ചോദ്യം. മറുപടി പറയണം. തൻ്റെ ഇടം കാണിക്കൂ. എന്തു വസ്തു കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഉണ്ടാവുന്ന തൃപ്തി മനസ്സിലാണപ്പാ. അപ്പം തൃപ്തി എന്ന് പറയണത് മനോജന്യമോ അതോ വസ്തുജന്യമോ? മനോജന്യമാണ് തൃപ്തി എന്നുണ്ടെങ്കിൽ മനസ്സ് നിങ്ങളുടെ കയ്യിൽ വെച്ച് തൃപ്തിക്ക് എന്തിനാ ഇരക്കാൻ പോണത്? നിർത്തി നിങ്ങളുടെ ഇരക്കൽ, നിർത്തി നിങ്ങളുടെ വിശ്വാസ തെറ്റായ വിശ്വാസത്തെ ബഹിഷ്കരിക്കൂ. തൃപ്തി എന്ന് പറയുന്നത് ഒരു വികാരമാണ്, an emotion, and the source of the emotion is the mind. So I can make my mind contented directly. എൻ്റെ മനസ്സിനെ എനിക്ക് നേരിട്ട് സംതൃപ്തമാക്കാം. അതിന് ബാഹ്യവസ്തുക്കൾ ആവശ്യമില്ല. ബാഹ്യവസ്തുക്കൾ ഉണ്ടെങ്കിലും മനസ്സ് തൃപ്തമാവില്ല. ഒരു പെൺകുട്ടി ഉണ്ടായാൽ തുടങ്ങിയത്ര അച്ഛനമ്മമാർക്കുള്ള കഷ്ടപ്പാട്. അയ്യോ, ഈ കുട്ടിയെ വേണ്ടതുപോലെ വരുത്തണമല്ലോ, ഒരു കേടുപാട് വരരുതല്ലോ, ഇന്നത്തെ സ്ഥിതി. നമ്മുടെ ശിഷ്യന്മാരും കുട്ടികളൊക്കെ ചിലപ്പോൾ പറയും, ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, അയ്യോ എത്രയോ കുട്ടികൾ ലോകത്തിലുണ്ടായി വളർന്നിട്ടുണ്ട്, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായതിന് 2 കൊമ്പുണ്ടോ? ഇതെന്തത്ര വിശേഷം? എല്ലാ കാലത്തും കുട്ടികളുണ്ടായിട്ടുണ്ട്. അവൾ എന്തൊക്കെയോ പറയും. ജാതേതു കന്യാ മഹതീ വിചിന്ത. ആർക്കാണ് കുട്ടിയെ പിടിച്ച് കൊടുക്കേണ്ടതെന്ന് അതൊരാലോചന. കൊടുത്താൽ സുഖമായിട്ടിരിക്കുമോ എന്ന് വേറൊരു ആലോചനയും ആവലാതിയും. കന്യാപിതൃത്വം ഖലു നാമകഷ്ടം. ഒരു പെൺകുട്ടിക്ക് അച്ഛനോ അമ്മയോ ആയി ഇരിക്കുക എന്ന് വെച്ചാൽ വലിയ കഷ്ടമാണത്രത്. എപ്പോഴാണ് നമുക്ക് സമാധാനം? എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ തൃപ്തി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഇമോഷനാണ്. എന്ത് കാര്യത്തെ ചൊല്ലിയുള്ള തൃപ്തിയും ഉൾമനസ്സിലും മനസ്സിൻ്റെ വികാരവുമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ തൃപ്തികളുടെ എല്ലാം ഉറവിടമായിരിക്കുന്ന മനസ്സെ പൂർണ്ണമായി നിങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾ തൃപ്തി മനസ്സിൽ നിന്ന് നേരിട്ട് ഉളവാക്കാതെ തൃപ്തിക്ക് വേണ്ടി ബാഹ്യവസ്തുക്കളെ ആശ്രയിക്കുന്നത് ബുദ്ധിയോ അതോ മൊശോടത്തമോ? ഒന്ന് പറയണപ്പാ, വായ തുറന്ന് പറയും. അതാണോ വിശേഷ ബുദ്ധി? അതോ ബാഹ്യവസ്തുക്കളെ ആശ്രയിക്കുന്നതോ വിശേഷ ബുദ്ധി? മണ്ടത്തമാണത്. ഈ മണ്ടത്തം ഉദ്ബോധിപ്പിക്കുകയാണ് നമ്മുടെ ശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം തന്നെ. തൃപ്തിക്ക് വേണ്ടി നിങ്ങളൊരു വസ്തുവിനെ ആശ്രയിക്കരുത്. തൃപ്തിയുടെ ഉറവിടം മനസ്സിലാണ്. ആ മനസ്സ് സന്തോഷമായി അതിന് ജീവിക്കാൻ കഴിയും. സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ. ഭക്തന്മാരുടെ ലക്ഷണങ്ങളെപ്പറ്റി പറയുമ്പോൾ കൃഷ്ണൻ പറയുകയാണ്, സന്തുഷ്ട സതതം യോഗി. എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കണം. എല്ലായ്പ്പോഴും സന്തോഷത്തിന് മാത്രം നിങ്ങൾ കളഞ്ഞു കുളിക്കരുത്. അനവധി വസ്തുക്കൾ ഉണ്ടെങ്കിലും മനസ്സിന് സന്തോഷമുണ്ടായെന്ന് വരില്ല. ഒന്നുമില്ലെങ്കിലും നല്ലോണം സന്തോഷമുണ്ടായി എന്ന് വരും. ശങ്കരാചാര്യൻ ഒരു കൗപീന പഞ്ചകം എഴുതിയിട്ടുണ്ട്. കൗപീന പഞ്ചകം.
കൗബീനം എന്ന് വെച്ചാൽ കോണമെന്നർത്ഥമാണ്. കേരളത്തുകാർക്ക് ഇന്നുള്ളവർക്ക് പഴക്കമില്ലെങ്കിലും കുറേയൊക്കെ ചിന്തിച്ച് നോക്കാം. കൗബീനം മാത്രം ധരിച്ച് നടന്നാൽ ഒരാൾക്ക് ഒരു ഉപദ്രവമില്ല. വേദാന്തവാക്യേഷു സദാരമന്തോ ഭിക്ഷാന്നമാത്രേണ ചതുഷ്ടിമന്തഃ വിശോകമന്ധഃകരണേ ചരന്തഃ കൗബീനവന്തഃ ഖലു ഭാഗ്യവന്തഃ. സന്യാസിമാർക്ക് ഒരു കൗബീനം മാത്രം മതി സഞ്ചരിക്കാൻ. ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളതുപോലെയുള്ള തണവില്ല. അപ്പോൾ നമുക്ക് ഒരുമാതിരി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഏത് തണുപ്പിലും നമുക്ക് കഴിഞ്ഞുകൂടാം. അപ്പോൾ ബാക്കിയൊന്നും വേണ്ട എന്ന് വിചാരിച്ച് ഒരു കൗബീനം മാത്രം ഉടുത്ത് നടക്കുന്ന തപസ്വികളും സന്യാസശ്രേഷ്ഠന്മാരുമുണ്ട്. അവരുടെ നിലയെപ്പറ്റി വർണ്ണിക്കുകയാണ്. വേദാന്തവാക്യേഷു സദാരമന്തഃ. വേദങ്ങളുടെ ഭാഗം അവസാന ഭാഗമാണ് ഉപനിഷത്തുകൾ. അതിനാണ് വേദാന്തം എന്ന് പറയുക. അങ്ങനെ വേദാന്തം പ്രഖ്യാപിച്ചിട്ടുള്ള പല വാക്യങ്ങളുമുണ്ട്. വേദാന്തവാക്യേഷു സദാ രമന്തഃ. ആ വാക്യങ്ങൾ ഓർക്കുന്നു, അത് പാടുന്നു, അത് രസിക്കുന്നു, അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു, ഭാവന ചെയ്യുന്നു. തനിക്ക് കൈവന്ന സ്ഥിതികളുണ്ട്, കൈവരാത്ത സ്ഥിതികളുമുണ്ട്. അവയെക്കുറിച്ച് ഭാവന ചെയ്ത് അങ്ങോട്ടുള്ള യാത്രയെ ത്വരിതപ്പെടുത്താൻ വേണ്ടി ആ ഭാവനാമേഖലയിൽ തീവ്രത പരിശീലിക്കുന്ന സന്യാസിമാരുമുണ്ട്. വേദാന്തവാക്യേഷു സദാ രമന്തോ ഭിക്ഷാന്നമാത്രേണ ചതുഷ്ടിമന്തഃ. അവർക്ക് കഴിഞ്ഞുകൂടാൻ ശരീരം ഭക്ഷണം വേണമല്ലോ. അപ്പം നല്ല വീടുകളുണ്ടാവും. എല്ലാവരും ഒരുപോലെയല്ല. ഈ സംസ്കാരത്തെ മുറുക്കിപ്പിടിച്ച് ആ സംസ്കാരം അനുവർത്തിക്കുന്നവരെ സഹായിക്കുന്നത് പരമപുണ്യവും ഭാഗ്യമായി കഴിയുന്ന നല്ല പുണ്യാത്മാക്കളുടെ ഗൃഹങ്ങൾ, സമ്പന്ന ഗൃഹങ്ങളുണ്ട്. അവിടെ ചെന്നിട്ട് ഓം നമോ നാരായണായ എന്നൊരൊറ്റ വാചകേ പറയണ്ടു. അപ്പോൾ ആ ഗൃഹിണി കാര്യം മനസ്സിലാക്കി എന്തെല്ലാം അവിടെ വച്ചു വെടുപ്പാക്കിയിട്ടുണ്ടോ അതിലത്തെ നല്ല ഭാഗം ആദ്യം എടുത്ത് കൊണ്ടു കൊടുക്കും. അത് ഊണ് കഴിക്കാൻ അവർക്ക് എന്തുണ്ട്? കൈ മാത്രമേ ഉള്ളൂ. ഭിക്ഷാന്ന മാത്രേണ ചതുഷ്ടിമന്തഃ. അല്ല, അവർക്കൊരു ചൊരക്കത്തോട് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യാം. അങ്ങനെ മേടിക്കുക. എത്ര സ്ഥലത്തേക്ക് പോവും? പരമാവധി 3 സ്ഥലത്തേ പോകാൻ പാടുള്ളൂ. ഒരു സ്ഥലത്തിൽ കിട്ടിയത് കൊണ്ട് വയറ് വീർത്താൽ വളരെ തൃപ്തി. ഇനി പോവുകയാണെങ്കിൽ തന്നെ 3 സ്ഥലത്ത് പോവുക, ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. അങ്ങനെ വന്നവർക്ക് ഭിക്ഷ കൊടുക്കണത് ഈ കൊടുക്കുന്നവർക്ക് വലിയ ഒരു പുണ്യമാണ്. അവർക്ക് ഇതിലേറെ പുണ്യമില്ല. അവർക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹം ഈ നൽകുന്നവരുടെ പാപത്തെയും പുണ്യത്തെയും ഒരുപോലെ തുടച്ചു മാറ്റുന്നതാണ് ഈ സന്യാസിമാർക്ക് കൊടുക്കുന്ന ഭിക്ഷ അവർ വാങ്ങുന്നത് മൂലം നടക്കുന്നത്. ഭിക്ഷാന്ന മാത്രേണ ചതുഷ്ടിമന്തഃ വിശോകമന്ധഃകരണേ ചരന്തഃ. വിശോകം, ദുഃഖത്തിൻ്റെ യാതൊരു സ്പർശവുമില്ലാതെ അന്ധഃകരണേ, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ. ഇത് ഞാൻ എങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക? നിങ്ങൾ ശരീരം കൊണ്ട് ലോകത്തിൽ യാത്ര ചെയ്യണു. എത്ര യാത്ര ചെയ്യും ഒരു ദിവസം? ഒന്ന് പറയും. ഗൃഹവൃത്തികളുണ്ട്, അല്പസ്വല്പം തൊഴിലുമുണ്ട്. ഇത് രണ്ടിലും നിങ്ങൾക്ക് വ്യാപൃതരാണ്. അപ്പം നിങ്ങൾക്ക് വലിയൊരു യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആ മനോമേഖലയിൽ, ബുദ്ധിമേഖലയിൽ, മനോബുദ്ധി തലത്തിൽ നിങ്ങൾ പലതും ആലോചിച്ചും കേട്ടും ചിന്തിച്ചും വായിച്ചും മനസ്സിലാക്കിയും മനനം ചെയ്തും കഴിയുമ്പോൾ എത്രയധികം സഞ്ചാരമാണ് ഉൾത്തലത്തിൽ നടക്കുന്നത്. വിശോകം, ദുഃഖമില്ലാതെ അന്ധഃകരണേ ചരന്തഃ, ഉള്ളിലിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. എങ്ങനെ സഞ്ചരിക്കണു? വേദാന്തവാക്യേഷു സദാ രമന്തഃ. വേദാന്തം പ്രഖ്യാപിക്കുന്ന വാക്യങ്ങളുണ്ട്. ഈ ലോകത്തെപ്പറ്റി വിലയിരുത്തുന്നു, ആത്മാവിനെപ്പറ്റി പ്രശംസിക്കുന്നു, ഉൾത്തന്നത്തിൻ്റെ മഹിമ ഒന്നൊന്നായി വിടർത്തി തരുന്നു. നമുക്ക് കയറാനുള്ള കയറ്റങ്ങൾ, പടികൾ എല്ലാറ്റിനെയും എത്ര ഭംഗിയായാണ് ചിത്രീകരിക്കുന്നത് നമ്മുടെ ശാസ്ത്രങ്ങൾ. ശ്രീരാമനോട് പറഞ്ഞത് കേട്ടില്ലേ? സങ്കൽപ്പജാലകലനൈവ ജഗത്സമഗ്രം സങ്കൽപ്പജാലകലനാത്തു മനോവിലാസ. സങ്കൽപ്പജാലം അലമുത്സൃജ നിർവികൽപ്പം ആശ്രിത്യ നിശ്ചയമവാപ്നുഹി രാമശാന്തിം. എൻ്റെ രാമ, നീ കഷ്ടപ്പെടണ്ട. നീ തീർത്ഥയാത്രയിൽ എന്തെല്ലാം കണ്ടിട്ടുണ്ടാകും.
നിൻ്റെ മനസ്സിന് ഒരു വിശ്രമവുമില്ല എന്ന് നീ എന്നോട് പറഞ്ഞു. ഇത് നീ മാത്രമല്ല എൻ്റെ പൊന്നുമോനെ കണ്ടിട്ടുള്ളത്. ഞങ്ങളൊക്കെ നിന്നെപ്പോലെയുള്ള ചെറുപ്പത്തെ അതിജീവിച്ച് പ്രായം തികഞ്ഞവരാണ്, പ്രായമൂപ്പ് കൂടിയവരാണ്. ഈ ലോകം നിൻ്റെ മുൻപിൽ ഒരു പുതിയ ലോകമല്ല, ഇത് പഴയ ലോകം തന്നെയാണ്. എല്ലാ തലമുറകളും ഒരേ പഞ്ചഭൂതങ്ങളെ നോക്കി സമ്പർക്കം നടത്തിയാണ് ജീവിക്കുന്നത്. പഞ്ചഭൂതങ്ങളിൽ മാറ്റം വന്നിട്ടില്ല. മനുഷ്യൻ കേടുവരുത്തിയിട്ടുള്ള ഭൂമി മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി ഒന്നിലും മാറ്റമില്ല. പിന്നെ നമ്മുടെ ശരീരം വ്യക്തിത്വമാണെങ്കിൽ ആ വ്യക്തിത്വത്തിലും ഒരു മാറ്റവും ഇല്ല. 5 ഇന്ദ്രിയങ്ങളാണ് പഴയ മനുഷ്യനും ആധുനിക മനുഷ്യനും. അതിൻ്റെ ഉള്ളിലൊരു മനസ്സുണ്ട് വൈകാരികമായിട്ട്. ആ മനസ്സിന് ദിശ നൽകാൻ ഒരു ബുദ്ധിയുണ്ട് യുക്തിസഹമായി. ഇതെല്ലാറ്റിനെയും ക്രോഡീകരിച്ച് നിർത്തുന്ന ഒരു അഹങ്കാരമുണ്ട്. ഈ മനസ്സിലോ ബുദ്ധിയിലോ അഹങ്കാരത്തിലോ മാറ്റമില്ല, ശരീരത്തിലും മാറ്റമില്ല. നമ്മളെ ചുറ്റി നിൽക്കുന്ന പാഞ്ചഭൗതിക പ്രപഞ്ചത്തിലും മാറ്റമില്ല. പിന്നെ എന്താണ് ഇവിടെ മാറ്റം? അതുകൊണ്ട് നിനക്ക് വന്നിട്ടുള്ള ഒരു ദുഃഖം പുതുതാണ്, അപൂർവമാണെന്ന് വിചാരിക്കരുത് എൻ്റെ പൊന്നുരാമ. നിനക്ക് പ്രായമൂപ്പ് വന്നിട്ടില്ല. നീ ആദ്യമായി കണ്ടപ്പോൾ അയോധ്യയിലുണ്ടായിരുന്ന സമ്പന്ന ജീവിതത്തിന് ഘടകവിരുദ്ധമായ ഒരു ദർശനമായിരുന്നു നമ്മുടെ ഭാരതം നിനക്ക് കാഴ്ചവെച്ചത്. അത് ശരിയായിരിക്കാം, പക്ഷേ ഇതേ കാഴ്ച പലരും ഇവിടെ കണ്ടിട്ടുണ്ട്. അയോധ്യയേക്കാൾ എത്രയോ വലുതാണ് അയോധ്യ വിട്ടുള്ള ഭാരതഭൂമി. നീ ഇത് ആദ്യമായി കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ കണ്ടതിനെ മുഴുവൻ ഗ്രഹിച്ച് സംലയിപ്പിച്ച് ആത്മസാത്കരിച്ച് സ്വാംശീകരിച്ച് സമീകൃതമാക്കിയെടുത്ത് എല്ലാറ്റിനും ഉപരിയായി ഉപരിമണ്ഡലത്തിൽ വർത്തിക്കാനുള്ള ഒരു ജ്ഞാനം നമ്മുടെ പൂർവികർ നമുക്ക് ഉപദേശിച്ച് എഴുതി വച്ചിട്ടുണ്ടല്ലപ്പാ. അത് വായിച്ച് മനസ്സിലാക്കൂ. അതുപ്രകാരം നിൻ്റെ സങ്കല്പമാണ് ഈ ലോകത്തിൽ അങ്ങനെ വല നെയ്തതുപോലെ നെയ്തിരിക്കുന്നത്. ആ സങ്കല്പത്തിൻ്റെ മുകളിൽ നിനക്ക് ആധിപത്യം അധീശത്വം നേടാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ സർവ്വ ദുരിതങ്ങൾക്കും ശാന്തി വന്നു, പരിഹാരമായി. സങ്കല്പജാലമലമുത്സൃജ നിർവികൽപ്പമാശ്രിത്യ. എങ്ങനെ സങ്കല്പങ്ങൾ പുറപ്പെടുന്നുവോ മനസ്സിൽ, അതേമാതിരി ഇവയെല്ലാം ഉപശമിച്ച് നിർവികൽപ്പമായി നിസ്സന്ദേഹമായി സംശയാതീതമായിട്ടുള്ള വിശേഷപ്പെട്ട ഒരു ഉപരിസ്ഥിതി കൈവരിക്കാൻ സാധിക്കും. അത് കൈവരിച്ച് ശാന്തനായി കഴിയൂ എൻ്റെ പൊന്നുകുട്ടാ എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ വേദാന്ത വാക്യങ്ങൾ. ഈ പ്രപഞ്ചത്തിന് ദുഃഖദുരിതങ്ങൾ പറഞ്ഞ് അങ്ങനെ മനുഷ്യനെ കബളിപ്പിച്ച് ദുഃഖത്തിൽ ആഴ്ത്തുന്ന വിവരണങ്ങളല്ല, അതല്ലാത്തതുമുണ്ട് നമുക്ക്. വേദാന്തവാക്യേഷു സദാരമന്തോ ഭിക്ഷാന്നമാത്രേണ ച തുഷ്ടിമന്തഃ. ആ ഭിക്ഷയിൽ എന്ത് കിട്ടിയോ അത് കഴിച്ചാൽ വഴി നടന്നിങ്ങനെ പോവുകയാണല്ലോ, അപ്പോൾ നല്ല വിശപ്പുണ്ടാവും. വിശപ്പിനും ബുദ്ധിമുട്ടില്ല, ക്ഷാമമില്ല, ഉറക്കത്തിനും ക്ഷാമമില്ല. വല്ലാതെ ക്ഷീണിച്ചു എന്ന് വെച്ചാൽ പകല് തണൽ കിട്ടാനായ വൃക്ഷത്തിൻ്റെ ആ തടിയിൽ ചാഞ്ഞൊന്നങ്ങടിയിരിക്കും. ചാഞ്ഞിരുന്നാൽ പെട്ടെന്ന് വന്നു ഉറക്കം. നമ്മുടെ രാജ്യത്തിൻ്റെ വിശേഷം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? കുറേ കൊല്ലം മുമ്പ് ഉത്തർപ്രദേശിൽ നടന്ന കാര്യമാണ് പറയുന്നത്. ഉത്തർപ്രദേശിൽ കുറേ കൊല്ലങ്ങൾ മുൻപ് നടന്നതാണ്. അമേരിക്കയിൽ നിന്ന് ഒരു ടീം വന്നു അത്രേ. കുറേ ലോൺ സാങ്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് അമേരിക്കയിൽ നിന്ന് കൃഷി പരിശോധിച്ച് കൃഷികളിൽ ആധുനികത യാന്ത്രീകരണം വരുത്താനുള്ള ഒരു പ്ലാനുമൊക്കെ ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അവർ ഉത്തർപ്രദേശിലുള്ള ഒരു ഗ്രാമത്തിലേക്ക്, അവിടെ എന്താണെന്ന് വെച്ചാൽ പോയി കാണണമല്ലോ, ഒരു ജീപ്പിൽ കയറി ഓടി ചെന്നു. അതെവിടെയാണ് ചെന്നത്? ശരിയായിട്ടുള്ള ആ ഗ്രാമീണത മുറ്റി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ചെന്നത്. അപ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ ഇവിടെയുള്ള കൃഷീവലന്മാരെങ്ങനെയുണ്ട്, അവരുടെ പ്രവൃത്തികൾ എങ്ങനെയാണ്, അവരുടെ ധനസ്ഥിതി എന്താ എന്നൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ. അപ്പോൾ ജീപ്പ് ഓടി വന്ന് അവിടെ നിർത്തിയിട്ട് അവരിറങ്ങി. എന്നിട്ട് ഷൂ എന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങി ഇംഗ്ലീഷിൽ. അപ്പോൾ അവിടെ കുറേ കന്നുകാലികളെ വിട്ട് മേയ്ക്കുന്നുണ്ട്. അവർക്ക് വലിയ പുല്ലൊന്നുമില്ല, ഉള്ളത് നക്കി തുറച്ച് കൂടിയിരിക്കുക. അപ്പോൾ വേനൽക്കാലമാണ്. അപ്പോൾ അവിടെ വന്നിരിക്കുക. അവർക്ക് ഇറിഗേഷൻ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല, അതൊക്കെ ഉണ്ടാക്കാനാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ കന്നാലിയെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ചിലരൊക്കെ ഒന്ന് തട്ടി ഉണർന്ന് ഇവരെന്താണാവോ വന്നതെന്ന് പറഞ്ഞ് നോക്കി. ചിലർ അടുത്ത് ചെന്നു.
അതൊക്കെ ഉണ്ടെങ്കിലും ഒരു വിദ്വാൻ, കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾ, അയാൾ ഒരു മരത്തിൽ ചാരി ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ തന്നെ ഇരുന്നു. അവിടുന്ന് പുറപ്പെട്ടില്ല, എണീറ്റില്ല. ഇവർ പലരും വന്ന് എന്തൊക്കെയോ കുശുമുശു എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു കുലുക്കമില്ല. ഇവർ കുറേ നേരം അന്വേഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി എല്ലാവരും അടുത്ത് വന്നുകൂടി ഭാഷ മനസ്സിലാകില്ലെങ്കിലും അവരുടെ ഉത്കണ്ഠയൊക്കെ പ്രദർശിപ്പിച്ചപ്പോൾ ഈ കൃഷിവലൻ മിണ്ടാണ്ടിരിക്കുക. അപ്പോൾ ഇവരെല്ലാവരും കൂടി അടുത്ത് ചെന്ന് അങ്ങോരെ വിളിച്ചു. ഏയ്, ഇതെന്താ അങ്ങനെ ഇരിക്കണേ? ഞങ്ങൾ എന്തിനാ വന്നതെന്നറിയോ? എനിക്കെങ്ങനെയാ അറിയാം നിങ്ങളല്ലേ വന്നത്? എനിക്കെങ്ങനെയാ അറിയാം നിങ്ങളല്ലേ വന്നത്? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കാം, അല്ലാണ്ട് എനിക്കെങ്ങനെയാ അറിയാം? നിങ്ങളുടെ ഭാഷ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ പാട്ടിൽ ഇവിടെ ഇരുന്നു, എനിക്കിതിലൊന്നും ചെയ്യാനില്ലല്ലോ. പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്താ? ഞാൻ മിണ്ടാണ്ടിരുന്നു. ഞങ്ങളിവിടെ വന്നത് നിങ്ങളുടെ കൃഷികാര്യങ്ങളും അതിനുള്ള ആവശ്യങ്ങളും ഇവിടെ ജലസേചന പദ്ധതികളും ഒക്കെ ആവിഷ്കരിക്കാൻ വലിയ പണച്ചെലവുണ്ട്. ആ പണച്ചെലവ് തൽക്കാലം നമ്മുടെ ഈ രാജ്യത്തില്ല. അതുകൊണ്ട് അത് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. അപ്പോൾ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് വേണോ? ഓ, അങ്ങനെയാണോ? എന്നിട്ടോ? അപ്പോൾ ജലസേചന പദ്ധതിയൊക്കെ ആവിഷ്കരിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ധാന്യങ്ങൾ 1 or 2 വിള വിളയിക്കാം. അതിനുള്ള വെള്ളം ഞങ്ങൾക്ക് തരാൻ പറ്റും. എന്നിട്ടോ? നിങ്ങൾ 1-ൻ്റെ സ്ഥാനത്ത് 2 വിളയിറക്കും. 2 വിളയിറക്കിയാലോ കൂടുതൽ ധാന്യം ഉണ്ടാവും. എന്നിട്ടോ? അത് നിങ്ങൾക്ക് ചിലവ് ധാരാളം ചെയ്യാം, ബാക്കിയുള്ളത് വിൽക്കാം. എന്നിട്ട് വിറ്റ് കഴിഞ്ഞാൽ പണമായി. അപ്പോഴോ അധിക പണം കൊണ്ടൊരു വീടൊക്കെ കെട്ടാം. എന്നിട്ടോ? ആ വീട് കെട്ടിയാൽ ഒരു സോഫയൊക്കെ മേടിച്ചിട്ട് അതിലിരുന്ന് സുഖമായിട്ട് കഴിയാം. അതന്നെയാണ് ഞാനിപ്പോൾ ചെയ്യണേന്ന് പറഞ്ഞു അത്ര. അതല്ലേ ഇപ്പോൾ ആ മനുഷ്യൻ ചെയ്യണത്. അതിനുവേണ്ടി ഈ പൊല്ലാപ്പൊക്കെ വേണമെന്ന് അവർ ഇതിലേറെ നാണം കെടാനുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതാണപ്പാ നമ്മുടെ ഭാരതം. ഇതാണ് ഭാരതം. നിങ്ങളീ കാണുന്നതും ചിത്രം വരയ്ക്കുന്നതും നാഗരിക പടങ്ങളൊക്കെ കാണുന്നതൊന്നുമല്ല. ഭാരതത്തിൻ്റെ ഉൾസത്ത ഇതാ. ഞാൻ എപ്പോഴും പറയും, മനുഷ്യനാണെങ്കിൽ അവന് ഇരുത്തം വേണമെന്ന്. ഇരുത്തം, ആ മനുഷ്യൻ്റെ ഇരുത്തമാണിത്. ആരോ വന്നു എന്തൊക്കെയോ ചെയ്യണു, എന്തൊക്കെയോ നോക്കണു. എനിക്കെന്ത് വേണം? എൻ്റെ കന്നാലികൾ തിന്നണു, അതിന് ഞാൻ പിന്നാലെ നിൽക്കണ്ട. അവരെങ്ങാനും തെറ്റ് ചെയ്യുമ്പോൾ ഓടിപ്പോകേണ്ട ആവശ്യമുള്ളൂ. അവർ പരിചയിച്ചുള്ളവരാ, എന്നോട് സ്നേഹമുള്ളവരാ. സുഖമായിട്ട് അവിടെ കിടന്നു. ഇങ്ങനെ കിടക്കാൻ ഒരു സോഫ വേണമെന്നാണ് അപ്പോൾ അവരുടെ നിർബന്ധം. ഭിക്ഷാന്ന മാത്രേണ ച തുഷ്ടിമന്ത. ആ ഭിക്ഷ കിട്ടിയാൽ അവരുടെ വയറ് നിറഞ്ഞു. എവിടെയെങ്കിലും വിഷമം തോന്നിയാൽ ചാരി അവിടെ ഇരുന്നു, ഇഷ്ടം പോലെ ഉറങ്ങി, പിന്നെയും നടന്നു, ഒരു കുഴപ്പമില്ല. വിശോകമന്ധക്കരണേ ചരന്ത കൗബീനവന്ത ഖലു ഭാഗ്യവന്ത. കൗബീനം മാത്രം ധരിച്ചു കൂടിയിട്ടുള്ളവരാണ് ഭാഗ്യവാന്മാർ. മൂലം തരോ കേവലമാശ്രയന്ത പാണിദ്വയം ഭോക്തുമമന്ത്രയന്ത കന്ധാമിവ ശ്രീമപി കുത്സയന്ത കൗബീനവന്ത ഖലു ഭാഗ്യവന്ത. അവർ നടന്നു പോകുമ്പോൾ ക്ഷീണം തീർക്കാൻ എന്തു ചെയ്യും? മൂലം തരോ കേവലമാശ്രയന്ത. പടർന്ന് വിരിഞ്ഞിട്ടുള്ള ആ മരത്തടിയുടെ അവിടെ എപ്പോഴും തണലുണ്ടാവും. അസ്തമിക്കുന്ന സൂര്യനാണെങ്കിൽ കിഴക്ക് ചാരിയിരിക്കും, ഉദിക്കുന്ന സൂര്യനാണെങ്കിൽ പൂർവാഹനത്തിലാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് ചാരിയിരിക്കും. എപ്പോൾ നോക്കിയാലും അവർ തണലാണ്. പാണിദ്വയം ഭോക്തുമമന്ത്രയന്ത. 2 കയ്യിൽ കിട്ടാവുന്നത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് നടക്കുക. കയ്യിൽ പാത്രവും വേണ്ട, ബുദ്ധിമുട്ടുമില്ല, ഒന്നുമില്ല. കന്ധാമിവ ശ്രീമപി കുത്സയന്ത. കീറത്തുണി പോലെ ചവിട്ടി മാറ്റുകയാണ് അവർ മഹാലക്ഷ്മിയെ, ഐശ്വര്യത്തെ. കേൾക്കുന്നുണ്ടോ കൂട്ടരെ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? മഹാലക്ഷ്മി ഐശ്വര്യം എന്തിനാണ്? മനസ്സുഖത്തിന്, മനസ്സമാധാനത്തിന്. അതാണ് ഇവർക്ക് കാമധേനുവിൽ നിന്ന് കിട്ടുന്ന പോലെ കിട്ടണത് അവരുടെ ജീവിതവൃത്തി കൊണ്ട്. അവർക്ക് മഹാലക്ഷ്മി ഒരു ഭാരമാണ്. മടിക്കനമുണ്ടെങ്കിൽ പേടിക്കണം, മടിയിൽ കനമില്ലെങ്കിലോ വേണ്ട, പേടിയില്ല.
മഹർഷിമാരെ 7 പേര് പോയപ്പോൾ നല്ല മടിക്കനമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് രത്നാകരൻ നിൽക്കടാ എന്ന് പറഞ്ഞ് ശാസിച്ചത്. അവരോട് അതുവരെ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. ആരാ ഇത് പറയാമെന്ന് പറഞ്ഞ് തിരിഞ്ഞൊന്ന് നോക്കി. ആ നോട്ടത്തിൽ രത്നാകരൻ്റെ മനസ്സ് മാറിക്കളഞ്ഞു കൂട്ടരെ. അവർ കയ്യിൽ മടിയിൽ കനണ്ടിരുന്നെങ്കിൽ അവർക്ക് അങ്ങനെ നോക്കാൻ പറ്റുമായിരുന്നില്ല. ആ ഒരൊറ്റ നോട്ടത്തിലാണ് കള്ളൻ്റെ മനസ്സ് മുഴുവൻ കാട്ടുകള്ളൻ്റെ മാറിയത്. നിങ്ങൾ എന്തു പറയുന്നു? ഇങ്ങനെ നടക്കുന്നവരുടെ ഉള്ളിലുള്ള ധനം മഹാലക്ഷ്മി പിച്ച വാങ്ങും അവരോട്. കന്ധാമിവ ശ്രീമപി കുത്സയന്ത, കീറച്ചാക്ക് പോലെ ചവിട്ടി തള്ളുകയാണത്ര അവർ മഹാലക്ഷ്മിയെ. കൗബീനവന്ത ഖലു ഭാഗ്യവന്ത, അങ്ങനെയുള്ളവരാണ് പരമഭാഗ്യശാലികൾ. ഞാനിത് ഇതേ പടിക്ക് പറഞ്ഞ് മുക്തിസുധാകരത്തിൻ്റെ ഇടയിൽ ഒരു ദിവസം പറഞ്ഞിട്ട് നമ്മുടെ ക്യാമറാമാൻ, എഡിറ്റേഴ്സ് എല്ലാവരും കൂടി അങ്ങനെ തന്നെ അയച്ചു. അപ്പം നമ്മുടെ ഏഷ്യാനെറ്റ് അയ്യോ ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു, മാറ്റിത്തരണം എന്ന് പറഞ്ഞു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മനസ്സിലായില്ല? കന്ധാമിവ ശ്രീമപി കുത്സയന്ത, ഈ ഒരു വാചകം പറയാൻ ഭൂമാനന്ദ സ്വാമിജിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ. ഇതുവരെ മഹാലക്ഷ്മി എൻ്റെ അടുത്ത് വന്ന ആവലാതി പറഞ്ഞിട്ടില്ല. ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കന്ധാമിവ ശ്രീമപി കുത്സയന്ത, ഈ മഹാലക്ഷ്മി മാത്രം ചവിട്ടി തള്ളിയവരുടെ പിന്നാലെ പോവും. മഹാലക്ഷ്മിയുടെ പിന്നാലെ പോകുന്നവരെ ചവിട്ടിത്തള്ളും. നീ എനിക്ക് വേണ്ടടീ എന്ന് പറഞ്ഞ് തള്ളിയാൽ ആൽസേഷ്യൻ പട്ടിയെപ്പോലെ നമ്മുടെ അടുത്ത് വരും. നിങ്ങളിത് കേൾക്കണുണ്ടോ? കേൾക്കണപ്പാ. ഇതാണ് സത്യം. ഇതാണ് ഭാരത മനസ്സിൻ്റെ മഹത്വം, മേന്മ, മഹാത്മ്യം, ഗുണവിശേഷം. ഉൾധനമാണ് നമ്മൾ അഭിലഷിക്കുന്നത്, പരധനമല്ല, ദ്രവ്യധനമല്ല. നമ്മുടെ ഉള്ള ധനിയാകുന്നത് എപ്പോഴാണ്? ഈ മാതിരിയുള്ള വിചാരത്തിലൂടെ, ഈ മാതിരിയുള്ള ഔന്നത്യത്തിലൂടെ. കന്ധാമിവ ശ്രീമപി കുത്സയന്ത കൗബീനവന്ത ഖലു ഭാഗ്യവന്ത. ഇങ്ങനെ 5 ശ്ലോകം എഴുതിയിട്ടുണ്ട്. ഞാനത് ഏഷ്യാനെറ്റിൽ പറഞ്ഞപ്പോൾ പലരും ആശ്രമത്തിൽ വന്ന് സ്വാമിജി എത്ര നന്നായിരിക്കണു എന്ന് സന്തോഷം തോന്നി കേട്ടിട്ട്. എനിക്കിതങ്ങോട്ട് പറയാനുള്ള സന്തോഷം, ഭഗവാനെ ഒന്നും വർണ്ണിക്കുമ്പോൾ എനിക്ക് അത്ര സന്തോഷമില്ല. തഥാ ബന്ധോ യഥാചിത്തം കിഞ്ചിത് വാഞ്ചതി ശോചതി കിഞ്ചിത് മുഞ്ചതി ഗൃഹാതി കിഞ്ചിത് ഹൃഷ്യതി കുപ്യതി. ഒരു വിധത്തിലുള്ള വികാരഭേദമോ പ്രകാരഭേദമോ ഇല്ലാതെ എല്ലാം തെറ്റാണ്, ആവശ്യമില്ല, നമ്മുടെ സമനിലയെ അട്ടിമറിക്കുന്നതാണെന്ന് വിചാരിച്ച് ദ്വൈതഭാവങ്ങളൊന്നുമില്ലാതെ ആ അദ്വൈതമായ ആ ഉത്തുംഗമായ നിലയിൽ അങ്ങനെ യാത്ര ചെയ്യുന്നവരുണ്ടല്ലോ, അവനാണ് ശരി, അവനാണ് പൂർണ്ണൻ. ഇല്ലാത്തത് വേണം എന്ന് തോന്നുമ്പോഴാണ് ആഗ്രഹം. ഉള്ളതിലുള്ള അതൃപ്തിയാണ് ദുഃഖം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ലാത്തത് എന്തെങ്കിലും ഒരു തുരുമ്പ് പോലും വേണമെന്ന് തോന്നിയ ആഗ്രഹമായി, ഉള്ളതിൽ തൃപ്തിയില്ലെങ്കിലോ അത് ദുഃഖമായി. ഇത് രണ്ടുമില്ലാതെ മനസ്സിൻ്റെ സമ്പന്നത കൈവരിക്കാനുള്ള വഴി ഇത് രണ്ടുമില്ലാതെ ഇരിക്കുന്നതാണ്. ഇത് തികച്ചും മാനസമായ ഒരു അഭ്യാസം, അനുഷ്ഠാനം, അനുധാവനമാണ്. ഇതിൽ പൂജയില്ല, തേവാരമില്ല, വിളക്കില്ല, ബിംബമില്ല, പുഷ്പമില്ല, പാലില്ല, നിവേദ്യമില്ല. മനസ്സിൽ നിർഗളിക്കുന്ന ശുദ്ധ സരളമായ സുന്ദരസുന്ദരമായ വിചാരങ്ങളും മനോഹരമായ സങ്കല്പങ്ങളും ഭാവനകളുമാണ് ഇവിടെ കാര്യം നടത്തുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, വേദാന്തവാക്യേഷു സദാ രമന്തഃ. ശാസ്ത്രങ്ങളെടുക്കൂ, വായിക്കൂ, ഗ്രഹിക്കൂ, ചർച്ച ചെയ്യൂ. സമാന ഹൃദയന്മാരെ കൂട്ടി ആഴ്ചയിലോ 15 ദിവസം കൂടുമ്പോഴോ ഒരിക്കൽ വീട്ടിലിരിക്കൂ. നമുക്ക് കുറച്ചൊന്ന് ഇത് വായിക്കുക, തുടങ്ങി നോക്കൂ. പല ആൾക്കാരും വരാനുണ്ടാവും. എന്താ? ഇതാണ് അമൃത്,
ബാക്കിയുള്ളതൊക്കെ മൃത്ത. ഇത് മാത്രമേ അമൃതായിട്ടുള്ളൂ. തദാ ബന്ധോ യഥാ ചിത്തം കിഞ്ചിത് വാഞ്ചതി ശോചതി കിഞ്ചിൻ മുഞ്ചതി ഗൃഹാതി കിഞ്ചിത് ഹൃഷ്യതി കുപ്യതി. ഈ മനസ്സിൻ്റെ ദ്വന്ദ്വഭാവങ്ങളാണ് നമുക്കുള്ള വിഷമം. അവയെ അതിജീവിച്ച് ഏകാത്മതയിലിരിക്കാൻ നോക്കൂ. അതാണ് ആവശ്യം. നമ്മുടെ സാധന മുഴുവനും ഈ മനസ്സിൻ്റെ സമീകരണമാണ്, മനസ്സിൻ്റെ ഔന്നത്യമാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഉത്തുംഗതയാണ് നമുക്ക് വേണ്ടത്. ഇതിനെന്താ പണച്ചെലവ് നിങ്ങളൊന്ന് പറയും. എത്ര വിശേഷപ്പെട്ടതാണ് ഈ കാര്യം, ആലോചിച്ച് നോക്കൂ. ഞാൻ ഇന്ന് പറഞ്ഞു വെച്ച വിഷയമുണ്ടല്ലോ, അത് നാളെ കുറേ കൂടിയും വിപുലമായി ചില ശ്ലോകങ്ങളെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് ഭാഗവതത്തിൽ നിന്നും മറ്റ് പ്രകരണ ഗ്രന്ഥത്തിൽ നിന്നും അവതരിപ്പിച്ചുകൊണ്ട് ആ ആശയം ഒന്നും കൂടി വിശദമാക്കാം നാളെ. എല്ലാവരും ഇന്ന് പറഞ്ഞത് ഓർമ്മ വെച്ച് ആലോചിച്ച് കിടന്നുറങ്ങണം. നാളെ വളരെ വളരെ ഫ്രഷായിട്ട് എണീക്കണം. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി 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 ഓം. നമുക്കെല്ലാവർക്കും കൂടി ഒരു ഓങ്കാരം ജപിക്കാം. കൂടുതൽ നിങ്ങളാണ് ജപിക്കേണ്ടത്. എനിക്കാണ് കുറച്ച് വിഷമമൊക്കെ ഉള്ളത് ജപിക്കുന്നതിന്, തൊണ്ടയുടെ. ഹരി ഹരി ദാ ഓ ഹരി ഓം തത്സത്. ജയ ഗുരു.